ദൈവരാജ്യം പ്രസംഗിക്കുക, രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക. രോഗസൗഖ്യം നാം ശുശ്രൂഷിക്കുമ്പോൾ നമ്മുടെ സൗഖ്യത്തിന്റെ ക്ലാസ്സുകളിൽ, നമ്മുടെ ഡെലിവറൻസ് ക്ലാസ്സുകളിൽ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നതും പരിശീലിപ്പിക്കുന്നത്. എങ്ങനെയാണ് ദൈവത്തിന്റെ സൗഖ്യത്തിന് ശുശ്രൂഷകരായി തീരുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സൗഖ്യം മിനിസ്റ്റർ ചെയ്യുവാൻ, ശുശ്രൂഷിക്കുവാൻ കഴിയും. നിങ്ങൾ പാസ്റ്ററിനെ ശ്രദ്ധിച്ചാൽ പലപ്പോഴും വന്ന് അയ്യോ കർത്താവേ ഒന്ന് കണ്ണു തോന്നി, കർത്താവേ ഈ വ്യക്തി ഒന്ന് സൗഖ്യമാക്കണമേ എന്ന് നിങ്ങൾ കാണാം. അങ്ങനെയും പ്രാർത്ഥിക്കുന്ന സമയങ്ങളുണ്ട്. പക്ഷെ ഭൂരിഭാഗം സമയത്തും കാൽവറിയിൽ നമുക്ക് വേണ്ടി കർത്താവ് ജയിച്ച, നേടിയെടുത്തിരിക്കുന്ന ആ ക്രൂശിന്റെ യാഗം, ആ ദൈവിക അധികാരത്തെ സ്വർഗ്ഗത്തിലും ഭൂമിയിലും, in all heaven and on earth all authority has been given to me and I give it to you. ഞാൻ അധികാരത്തെ തിരിച്ചറിയുന്നു. അതുകൊണ്ട് യേശുവിൻ നാമത്തിൽ ദുരാത്മാവെ കീഴടങ്ങാം, രോഗാത്മാവെ യേശുവിൻ നാമത്തിൽ വിട്ടുപോകാം. അപ്പോൾ രോഗത്തെ ഒരു കൂടപ്പുറപ്പ് പോലെയല്ല, രോഗത്തെ ഒരു ശത്രുവായി കണ്ട് രോഗത്തോട് യുദ്ധം കൽപ്പിക്കുകയാണ്, രോഗത്തെ ഭത്സിക്കുകയാണ്, രോഗത്തെ എതിർക്കുകയാണ്, രോഗത്തെ അറ്റാക്ക് ചെയ്യുകയാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അവിടെ രോഗികളെ സൗഖ്യം. എത്ര പേർക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്, കർത്താവേ എനിക്ക് രോഗികളെ സൗഖ്യമാക്കണം. നിങ്ങൾ സുവിശേഷം ഒന്ന് കേട്ടാൽ നല്ലതായിരിക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ല. സുവിശേഷം പറയുമ്പോൾ ആ സുവിശേഷത്തിന്റെ പവർ വെളിപ്പെടും. നിങ്ങൾ ആരോടെങ്കിലും സുവിശേഷം പറയുമ്പോൾ ആ സുവിശേഷത്തിന്റെ ശക്തി അവരുടെ ഹൃദയങ്ങളെ കീറിമുറിച്ച് അവരെ പാപബോധത്തിലേക്ക് ഒരു രക്ഷകന്റെ ആവശ്യമുണ്ട് എന്നുള്ള കാര്യത്തെ ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കരങ്ങളിൽ നന്നായി അടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. അന്യഭാഷകളിൽ ഇന്ന് പകൽക്കാലം അന്തരീക്ഷങ്ങളെ ദൈവം ക്രമീകരിക്കുകയാണ്, സെറ്റ് ചെയ്യുകയാണ്. ഒരു വലിയ വിരുന്ന് നമുക്ക് വേണ്ടി ദൈവം സെറ്റ് ചെയ്യുകയാണ്. സൗഖ്യത്തിന്റെ വിരുന്ന്, വിടുതലുകളുടെ വിരുന്ന്, ദൈവ പ്രവർത്തികളുടെ ഒരു വിരുന്നാണ്. ഇത് എന്തോ വലുത് ദൈവം നമ്മുടെ മധ്യത്തിൽ ചെയ്യുന്ന ഒരു പകൽക്കാലമായി ഇത് മാറുകയാണ്. ആത്മാവ് നമ്മുടെ മധ്യത്തിൽ പരിലസിക്കുകയാണ്. The Spirit of God is moving in our midst. ഈ സഭായോഗത്തിന്റെ ആരംഭം മുതൽ തന്നെ പരിശുദ്ധാത്മാവ് ശക്തിയോട് ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ദൈവത്തിന്റെ ദൂതന്മാർ നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആ വലിയ സാന്നിധ്യം ഷക്കൈന നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ട് അത് മഹത്വമായി, അത് മേഘമായി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതന്മാർ നമ്മുടെ മധ്യത്തിൽ ഇറങ്ങിയിരിക്കുക. ബെഥസ്ദാ കുളക്കരയിൽ ദൂതൻ ഇറങ്ങി ആ കുളം കലക്കി തുടങ്ങുന്നത് പോലെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, something is being stirred in this place. നിങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങൾ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾക്ക് വേണ്ടിയുള്ള ഒരു വേദി. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കരങ്ങളെ ഒന്ന് ആഞ്ഞടിക്കണമേ. അഭിഷേകം നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ട് വരികയാണ്. ആ മഹത്വം നിറയുകയാണ്. ആ കരം വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. മുഖങ്ങൾ അഴിഞ്ഞ് മാറുകയാണ്. ദൈവരാജ്യത്തിന്റെ ആധിപത്യം ഭൂമിയിൽ കൊണ്ടുവരുവാൻ ചിലരെയൊക്കെ ദൈവം അഭിഷേകം ചെയ്യുന്ന നാളുകളാണിത്. ദൈവസഭയെ കത്തിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന നാളുകളാണിത്. നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, മഹത്വപ്പെടുത്തുമ്പോൾ ഈ ശുശ്രൂഷകളിലൂടെ ദൈവപ്രവർത്തികൾക്ക് വേണ്ടിയുള്ള അന്തരീക്ഷങ്ങൾ ഒരുക്കപ്പെടുകയാണ്. ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാർ ദൈവപ്രവർത്തികൾക്ക് വേണ്ടി, ദൈവം ഈ നാളുകളിൽ, ഈ കാലങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യത്തോടെ ഒന്നിനോടൊന്ന് കോർത്തിണങ്ങി സ്തോത്രം ശുശ്രൂഷിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. അതിനായിട്ട് നമുക്ക് ദൈവത്തെ നന്ദി പറയാം. ദൈവത്തിന്റെ പ്രവൃത്തികളിൽ നമുക്ക് നടക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ പ്രദർശനശാലകൾ, എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. നമ്മെ ദൈവം മുന്നോട്ട് തൊട്ടു, നമ്മെ ദൈവം ഒന്ന് അനുഗ്രഹിച്ചു, സൗഖ്യമാക്കി എന്നുള്ളത് കർത്താവിനോടുകൂടുള്ള ആ നടപ്പിന്റെ ആദ്യത്തെ പടിയാണ്. നാം കർത്താവിന്റെ കരങ്ങളിൽ ദൈവത്തിന്റെ പ്രയോജനമുള്ള ആയുധങ്ങളായി മാറണമെങ്കിൽ, നാം ദൈവത്തിന്റെ പ്രദർശനശാലകളായി മാറണമെങ്കിൽ, പൗലോസ് അപ്പോസ്തലന്റെ ആ ഹൃദയം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. വീണ്ടും നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-5 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ, ദൈവദാസൻ അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് പറയുന്ന തന്റെ ഹൃദയത്തിന്റെ തീരുമാനമാണ്. 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ഒരു നിർണയമാണ്, ഒരു തീരുമാനമാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ ഒരു തീരുമാനം എടുക്കുകയാണ്. I made a definite, deliberate choice. For I determined not to know anything among you save Jesus Christ and Him crucified. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. ഞാൻ കൊരിന്ത്യ സഭ മക്കളെ നിങ്ങളുടെ അടുത്ത് ആദ്യമായി ശുശ്രൂഷകൾക്ക് വന്നപ്പോൾ എന്റെ ശക്തിയിലും, എന്റെ കഴിവിലും, എന്റെ ബലത്തിലും, എന്റെ വാക്ചാതുര്യത്തിലും, ഗമാലിയേലിന്റെ പാദപീഠത്തിൽ പഠിച്ചവനായ ഉന്നത പണ്ഡിതനായ ആ ഒരു പ്രാഗൽഭ്യത്തിലല്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. യെസ്, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ
ദൈവശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ എത്രയായിരുന്നു. പൗലോസ് അപ്പോസ്തലന്റെ ആത്മാർത്ഥമായ ആരാധനയും തീരുമാനവുമാണ്, God, I want to be a demonstrator of your spirit and the power of God. ആത്മാവിന്റെയും ശക്തിയുടെയും ഒരു പ്രദർശനമായി ദൈവമേ ഞാനൊന്ന് മാറണം. ഈ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളിലൂടെ കർത്താവിനെ അറിയുന്നു, ഹല്ലേലൂയ, രക്ഷിക്കപ്പെടുന്നു, നമ്മുടെ ജീവിതങ്ങൾ മാറുന്നു, നാം സൗഖ്യങ്ങൾ പ്രാപിക്കുന്നു, അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നു, ബ്രേക്ക് ത്രൂകൾ നടക്കുന്നു, വിടുതലുകൾ പ്രാപിക്കുന്നു എന്ന് മാത്രമല്ല, കർത്താവിന്റെ പ്രദർശനശാലകളായി മാറ്റുന്ന, കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനശാലകളായി ശുശ്രൂഷകരായി കർത്താവേ എനിക്ക് അങ്ങയുടെ ആത്മാവിന്റെയും ശക്തിയുടെയും ഒരു പ്രദർശനശാലയായി മാറണം. ഇന്ന് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൂത് ഹീൽ ദ സിക്ക്, എ ഡിവൈൻ കമ്മീഷൻ. രോഗികളെ സൗഖ്യമാക്കുക ദൈവത്തിന്റെ ഒരു നിയോഗമാണ്, അതൊരു ദൈവിക നിയോഗമാണ്. സ്തോത്രം. ഈ മാസം വലിയ അത്ഭുതങ്ങളുടെ മാസമാണ്. നമ്മൾ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. ബട്ട് മെഗാ മിറക്കിൾസിന്റെ, മിറാക്കുലസിന്റെ, ഹല്ലേലൂയ, അത്ഭുതത്തിന്റെയും സൗഖ്യത്തിന്റെയും ഒരു നദി ഒഴുകുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഒന്ന് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മഹാനദി, സമുദ്രം പോലെ. അത് ഇതുകൊണ്ട് ഇവിടെ കൊണ്ട് നിൽക്കുകയില്ല, ഇവിടെ പരിമിതമായി നിൽക്കുകയില്ല. ലോക രാജ്യങ്ങളെ ചലിപ്പിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ ഒരു മഹാനദി, മെഗാ മിറാക്കുലസ് റിവർ. അതുകൊണ്ട് അത്ഭുതങ്ങളും സൗഖ്യങ്ങളും രോഗസൗഖ്യങ്ങളും വിടുതലുകളും രോഗവ്യാധികളുടെ മേലുള്ള ദൈവത്തിന്റെ ആധിപത്യവും വിടുതലുകളും സൗഖ്യങ്ങളും അടയാളങ്ങളും, a season of unusual miracles, signs, wonders in the name of Jesus. അതിനുവേണ്ടി ദൈവം നമ്മെ ഒരുക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്നത്തെ ദൂത് രോഗികളെ സൗഖ്യമാക്കാം, രോഗികളെ സൗഖ്യമാക്കാം. ഹീൽ ദ സിക്ക്. അതൊരു സഭയുടെ ദൗത്യമല്ല, അത് ചില അപ്പോസ്തലന്മാരുടെ ഒരു ദൗത്യമല്ല, അത് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ്. ഇറ്റ്സ് എ ഡിവൈൻ കമ്മീഷൻ. ലോകമെമ്പാടും പോയി സ്വന്തം സുവിശേഷം പ്രസംഗിക്കണം, പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞത് അത് യേശുവിന്റെ ഒരു ദൗത്യമാണ്, അത് യേശുവിന്റെ മഹാനിയോഗമാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ അവസാന ഭാഗങ്ങളിൽ കാണുന്നത് എന്നുള്ളതുപോലെ രോഗികളെ സൗഖ്യമാക്കാം. അതുകൊണ്ട് നാം സൗഖ്യം പ്രാപിക്കുക അല്ലെങ്കിൽ വിടുതലുകൾ പ്രാപിക്കുക, നമുക്ക് വിടുതലുകൾ സംഭവിക്കുക എന്ന് മാത്രമല്ല, നാണയത്തിന്റെ ഒരു വശമാണ് നമ്മെക്കുറിച്ചുള്ള, ദൈവമക്കളെ കുറിച്ചുള്ള, പുതിയ സൃഷ്ടികളെ കുറിച്ചുള്ള, ദൈവത്തിന്റെ ശിഷ്യന്മാരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹൃദയം എന്താ, കർത്താവിന്റെ ഹൃദയം എന്താ, നാഥന്റെ ഹൃദയം എന്താണ്, രോഗികളെ സൗഖ്യമാക്കാം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അതുകൊണ്ട് നിങ്ങൾ സ്തോത്രം, ഹല്ലേലൂയ, ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഒന്ന് ചെറിയ റിപ്പോർട്ടൊക്കെ ഇരിക്കണം, ആത്മാവിൽ നിങ്ങൾ അതിനെ ഒന്ന് സ്വീകരിക്കണം. യേശുവിന്റെ നിയോഗ ദൗത്യം അത് വെച്ച് നമുക്ക് അങ്ങ് ആരംഭിക്കാം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയാണ്. പെട്ടെന്ന് തൊട്ട് ഞാൻ അങ്ങ് പോവുകയാണ്. സമയം അനുവദിച്ചാൽ ഇന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ രോഗത്തിലും ബന്ധനങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് റെഡി ആയിക്കോ, ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. ഓൺലൈനിൽ കാണുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് ഇവിടെ വരുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ ആ സ്ക്രീനിൽ ഒന്ന് തൊട്ട്, കർത്താവേ ഞാൻ എന്റെ സൗഖ്യത്തെ വലിച്ചെടുക്കുന്നു, എന്റെ സൗഖ്യത്തെ, എന്റെ അത്ഭുതത്തെ ഞാൻ അങ്ങ് വലിച്ചെടുക്കുകയാണ്. അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. പാസ്റ്ററിന് ഒത്തിരി സാക്ഷികളുണ്ട്. കർത്താവിന്റെ അത്ഭുതങ്ങളും സൗഖ്യങ്ങളും വിടുതലുകളും വ്യത്യസ്തമായ നിലവാരങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി സാക്ഷികളുണ്ട്. ഹല്ലേലൂയ. And I have seen people getting help. ആ വിശ്വാസത്തോടെ ദൂരെയാണ്, ഡിസ്റ്റൻസ് കൊണ്ട് ഇവിടെയല്ല, പക്ഷേ വിശ്വസിച്ച് കൈ നീട്ടി അതൊന്ന് സ്വീകരിച്ചാൽ ഇവിടെ വെളിപ്പെട്ട് നിൽക്കുന്ന ആ ദൈവിക സൗഖ്യത്തിന്റെ ആ ശക്തി അഭിഷേകം അങ്ങോട്ട് ചാടി സൗഖ്യമാകും. ദൂരം കർത്താവിന് ഒരു വിഷയമേ അല്ല. Amen. Distance is no problem. If you are listening to me in the name of Jesus Christ of Nazareth, I command miracles into your life now in Jesus. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ ഇപ്പോൾ തന്നെ അത്ഭുതങ്ങളെ കൽപ്പിക്കുന്നു. Amen. Hallelujah. അതെ, വീണ്ടും പരിശുദ്ധാത്മാവിലൂടെ ദൂരദേശത്തിൽ നിന്ന് നമ്മെ ശ്രദ്ധിക്കുന്ന ചിലരുണ്ട്. ഇന്ന് നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ശക്തിയോടെ, അത്ഭുത ശക്തിയോടെ, സൗഖ്യത്തോടെ വെളിപ്പെട്ട് അത് നിങ്ങൾക്ക് മറക്കുവാനാകാത്ത ഒരു അടയാളമാണ്. Sign of something shifting in your life in Jesus name. Hallelujah. The mandate of Jesus. യേശുവിന്റെ മാനിഫെസ്റ്റോ. എന്തിനാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്, എന്തിനാണ് പിതാവ് തന്നെ അയച്ചത്, തന്റെ നിയോഗം, ദൗത്യം എന്താണ് എന്ന് വിളംബരം ചെയ്യുകയാണ്. കർത്താവ് മിണ്ടാതെ ചെയ്യുകയല്ല. കർത്താവ് സ്തോത്രം തന്റെ ശുശ്രൂഷകൾ ആരംഭിച്ചപ്പോൾ ആത്മാവിൽ ദൈവദാസന്മാർക്ക്, പണ്ഡിതന്മാർക്ക് കർത്താവ് വെളിപ്പെടുത്തിയത് ഓരോ പ്രസംഗത്തിന് മുമ്പേയും ഓരോ ശുശ്രൂഷകൾക്ക് മുമ്പേയും കർത്താവ് തന്നെ അയച്ച, പിതാവ് തന്നെ അയച്ച ആ മാനിഫെസ്റ്റോ, ആ മാൻഡേറ്റ് വിളംബരം ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. യേശു നേരിട്ട് അനേക ദേവദാസന്മാർക്ക്, നമുക്കറിയാം ചരിത്രത്തിൽ നമ്മുടെ അപ്പോസ്തലന്മാർ മാത്രമല്ല, സഭാ ചരിത്രത്തിൽ അനേകരെ കർത്താവ് നേരിട്ട് സന്ദർശിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ. ഈ സമയങ്ങളിൽ സ്വന്തം ഈ അത്ഭുതത്തിന്റെ ഈ അന്തരീക്ഷത്തിൽ സുവിശേഷം അറിയിക്കുവാൻ, അപ്പോൾ തന്നെ രോഗികളെ സൗഖ്യമാക്കുവാൻ, ബന്ധിതരെ വിട്ടയക്കുവാൻ, കുരുടന്മാരുടെ കണ്ണുകളെ തുറക്കുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരുമിച്ച് വന്ന് യേശുവിന്റെ നാമം ഉയർത്തുന്നത്, നാം പാടുന്നത്, നാം ആരാധിക്കുന്നത്, നാം പ്രതീക്ഷിക്കുന്നത്. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് രോഗികളെ സൗഖ്യമാക്കും. അത് മാനിഫെസ്റ്റോയിൽ ഉണ്ട്. നമ്മെ രക്ഷിച്ച്, നമ്മെ വീണ്ടും ജനിപ്പിച്ച്, നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മാനിഫെസ്റ്റോ അല്ല. ഇവിടെ ഭൂമിയിൽ തന്നെ നാം ദൈവത്തിന്റെ സൗഖ്യവും വിടുതലും
കൂടുതലും സമൃദ്ധിയായ ജീവൻ അനുഭവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ യേശുവിനോട് കൂടെ നടന്ന് യേശുവിന്റെ ശുശ്രൂഷകൾ കണ്ട് യേശുവിന്റെ ജീവിതം മനസ്സിലാക്കി, യേശുവിന്റെ ഉപദേശങ്ങളും ശുശ്രൂഷകളും ഒക്കെ മനസ്സിലാക്കി യേശുവിനെ കുറിച്ച് കൊർന്നേലിയസിന്റെ ഭവനത്തിൽ സാക്ഷ്യപ്പെടുത്തുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 38-ാം വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. The book of Acts chapter 10 verse 38. Hallelujah. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നു. യേശു നന്മ ചെയ്തും പീഡിതരെ, ഭൂതഗ്രസ്തരെ, രോഗികളെ, രോഗവ്യാധികളിൽ അലയുന്നവരെ സൗഖ്യമാക്കിക്കൊണ്ട് നടന്ന ആ വാർത്ത നിങ്ങൾ അറിയുന്നില്ല. ഹല്ലേലൂയ. നിന്റെ ഡയബറ്റിസ് യേശുവിന്റെ നാമത്തിൽ മാറുന്ന, മുറിഞ്ഞു മാറുന്ന, ആ ആധിപത്യം കട്ടാകുന്ന ആ പൈശാചിക മുഖം രോഗം യേശുവിൻ നാമത്തിൽ മുറിഞ്ഞു മാറുന്ന ഒരു പകൽക്കാലമായി മാറും. ആ കരമൊന്ന് ഉയർത്തി നിങ്ങളൊന്ന് ചലിച്ചു തുടങ്ങണമേ. ഹല്ലേലൂയ. വചനം വരുമ്പോൾ നിങ്ങൾ അതിനെ ഏറ്റെടുക്കണമേ. ഇന്ന് ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുക. ഈ വചനം ഈ ദൈവത്തിന്റെ പവറാണ്. The word of God is God's power. ദൈവം എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് ദൈവം തന്റെ വചനത്തിലൂടെ പ്രസ്താവിക്കുന്നത്. ആ വചനത്തെ ആരെങ്കിലും സ്വീകരിക്കുന്നെങ്കിൽ അതിനുമേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുവാൻ. ഇന്ന് എന്റെ അത്ഭുതത്തിന്റെ ദിവസമാണ്, ഇന്ന് എന്റെ സൗഖ്യത്തിന്റെ ദിവസമാണ്, ഇന്ന് എന്റെ വിടുതലിന്റെ ദിവസമാണ് എന്ന് ഏറ്റുപറയുന്ന ആ കരങ്ങളെ ഒന്ന് നന്നായി ഒന്ന് ഉയർത്തി. Today is the day of my miracle. Today is the day of my breakthrough. Today is the day of my healing. Hallelujah. Hallelujah. Praise be to God. How God anointed Jesus. എങ്ങനെ യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തു, എങ്ങനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും യേശുവിനെ അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. അതിന്റെ റിസൾട്ട് എന്താണ്? യേശു പട്ടണങ്ങളും ഗ്രാമങ്ങളും തോറും നടന്ന് ഗലീലയിലും നസ്രയത്തിലും ഗലീലയിലും കപ്പർനഹൂമിലും യൂദയ, സമാരിയ, യെരുശലേമിലും എല്ലാം നടന്ന് എന്ത് ചെയ്തു? പിതാവാം ദൈവത്തിന്റെ ആ സ്നേഹത്തെ, സ്വഭാവത്തെ, ആ ഹൃദയത്തെ, തന്റെ ആ കരുണയെ വെളിപ്പെടുത്തുന്ന പുത്രനായ യേശു. ഹല്ലേലൂയ. നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ, രോഗം ബാധിച്ചവരെ, രോഗാത്മാവിനാൽ ബന്ധിക്കപ്പെട്ട സകലരെയും സൗഖ്യമാക്കി. And therefore this morning we preach Christ the Savior, Amen. Christ the Healer and Christ the Deliverer. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ആരാണ്? അവൻ രക്ഷിക്കുന്ന യേശുവാണ്, നിത്യജീവൻ നൽകുന്ന യേശുവാണ്, അവൻ സൗഖ്യമാക്കുന്ന യേശുവാണ്, അവൻ വിടുവിക്കുന്ന യേശുവാണ്. ഇന്ന് സൗഖ്യം പ്രാപിക്കുന്ന ഒരു നിലവാരത്തിൽ മാത്രമല്ല, സൗഖ്യത്തെ ശുശ്രൂഷിക്കുവാൻ പരിശീലിപ്പിക്കപ്പെടുന്ന ഒരു സൈന്യമാണ്, ഒരു കൂട്ടമാണ്, ഒരു ഗണമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് പ്രസംഗമായിട്ടും ഇടയ്ക്ക് ഒരു ഉപദേഷ്ടമായ ഒരു ടീച്ചർ തന്റെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ച്, തന്റെ ശിഷ്യന്മാരെ പണിതെടുത്ത് പഠിപ്പിച്ച് തങ്ങളുടെ ഉള്ളിൽ ദൈവവചനത്തിന്റെ വെളിപ്പാടും ആ കരുത്തും കൊണ്ടുവരുന്ന ഒരു നിലവാരത്തിലുള്ള ഒരു ശുശ്രൂഷയാണ്. Hallelujah. We preach, I preach Christ the Savior, Christ the Healer, Christ the Deliverer. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ആരാണ്? കേവലം നമ്മെ രക്ഷിക്കുന്ന ഒരു യേശുവല്ല, കേവലം എപ്പോഴെങ്കിലും രോഗികളെ സൗഖ്യമാക്കുന്ന ഒരു യേശുവല്ല, എപ്പോഴെങ്കിലും ഒന്ന് കരുണ തോന്നിയാൽ അവിടെ ഒരു അത്ഭുതം. No. We preach Christ the Savior, Christ the Healer, Christ the Deliverer, all the times, always and always. യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവൻ. We preach Jesus who is the same yesterday, today and forever. അതുകൊണ്ട് ഇന്ന് കാലം നിങ്ങൾ സൗഖ്യമാകും, നിങ്ങൾ വിടുതൽ പ്രാപിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ കർത്താവിന്റെ കരം ശക്തിയോടെ വെളിപ്പെടും. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം ഭയങ്കര ഒരു അധ്യായമാണ്. 18 വർഷം കൂനിയായ ഒരു സ്ത്രീ, 18 വർഷമായി, വെറും കൂനല്ല, ഡബിൾ ബെൻഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞാൽ ഭയങ്കരമായി കൂനായി. ഒന്ന് മോളോട് നോക്കണമെങ്കിൽ മോൻ ഇങ്ങനെ പിടിക്കണം. അങ്ങനെ വളരെ ഗുരുതരമായി, സിവിയറായി ഒരു രോഗാത്മാവ് ബാധിച്ച് 18 സംവത്സരം കൂനിയായിരുന്ന ഒരു സ്ത്രീയെ താവ് സൗഖ്യമാക്കുകയാണ്. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിൽ 18 വർഷമായി അവള് സ്തോത്രം സിനഗോഗിൽ വരുന്നുണ്ട്. അവൾ വചനമെല്ലാം കേൾക്കുന്നു. അവളൊരു നല്ല വിശ്വാസിയായിരിക്കും. അതുകൊണ്ടാണ് ഈ കൂന് പിടിച്ചിട്ടും ഗുരുതരമായ രോഗത്തിന്റെ അവസ്ഥയായിട്ടും അവൾ വീട്ടിലിരിക്കാതെ അവൾ ദൈവസഭയിലും ദൈവസാന്നിധ്യം ഉള്ളിടത്തും ദൈവവചനത്തിന്റെ ശുശ്രൂഷകൾ നടക്കുന്ന. ഞാനൊന്ന് ഹല്ലേലൂയ നിങ്ങളോട് പറയുക, ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എത്ര രോഗമാണെങ്കിലും എത്ര വിഷയങ്ങളാണെങ്കിലും നിങ്ങൾ ഭവനത്തിൽ ഇരിക്കരുതേ. നിങ്ങൾ ദൈവസഭയിലേക്ക്, ദൈവ സാന്നിധ്യത്തിലേക്ക്, ദൈവത്തിന്റെ അഭിഷേകം ചലിക്കുന്ന ആ സ്ഥലത്തേക്ക് നിങ്ങൾ ഓടി വരണം. You never know when the hand of God will come upon you and break you free from your affliction. ഈ ദിവസങ്ങളിൽ സ്തോത്രം പ്രിയപ്പെട്ടവരെ, സ്തോത്രം സ്വർഗ്ഗം നമുക്ക് വേണ്ടി ഒരു വിരുന്ന് ഒരുക്കിയിരിക്കുകയാണ്. I call it the healing feast. ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ, ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ ഒരു വിരുന്ന് ഒരുക്കിയിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം പാസ്റ്ററും ചില ശുശ്രൂഷകന്മാരും വിരുന്ന് ഒരുക്കുകയല്ല. അപ്പസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിന്റെ മക്കളെ, ദൈവമക്കളെ, നിങ്ങളും ചേർന്ന് നാം ദേശങ്ങൾക്ക് വേണ്ടി, കേവലം യേശുവിന് ഊരിന് വേണ്ടിയല്ല, കേവലം കേരളത്തിന് വേണ്ടിയല്ല, ഹല്ലേലൂയ, നാം ലോക രാജ്യങ്ങൾക്ക് വേണ്ടി 1906 ഹല്ലേലൂയ പ്രാർത്ഥിച്ച് പ്രതീക്ഷിച്ച് വർഷങ്ങൾ. ഹല്ലേലൂയ. വില്യം ജെ സൈമോർ, എത്ര പേർക്ക് ആ മനുഷ്യനെ അറിയാം? ഒറ്റക്കടനായ കർത്തവർഗക്കാരനായ വില്യം ജെ സൈമോർ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടുകൾ കത്തുവാനിടയായിത്തീർന്നു. അന്ന് വരെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവിടെ എവിടെയൊക്കെ സംഭവിക്കുന്നു. പക്ഷെ അന്യഭാഷ അടയാളത്തോടും പ്രവചനാത്മാവോടും ദൈവത്തിന്റെ ശക്തിയോടും ഉണ്ടായിരിക്കുന്ന അഭിഷേകത്തിന്റെ ആഴം ദൈവസഭയിൽ വെളിപ്പെട്ടിട്ടില്ല. തന്റെ ഹൃദയത്തിൽ താനൊരു ശുശ്രൂഷകനായിരുന്നു, ഒറ്റക്കണ്ണനാണ്, കർത്തവർഗക്കാരനാണ്, അമേരിക്കയിൽ ഉള്ളൊരു വ്യക്തിയാണ്. ഹല്ലേലൂയ.
പക്ഷേ തന്റെ ശരീരത്തിൽ വലിയ പരിമിതി ഉണ്ടെങ്കിലും തന്റെ ഹൃദയം കർത്താവിന് വേണ്ടി കത്തുന്ന ഒരു ദൈവമനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. അപ്പോഴാണ് താൻ കേൾക്കുന്നത് ആത്മാവിന്റെ സത്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന മറ്റൊരു ദൈവദാസനുണ്ട്, ചാൾസ് ഫർഹാം. അങ്ങനെ പരിശുദ്ധാത്മാവ് തന്നെ നയിച്ച സ്കൂളിൽ പോവുകയാണ്. സ്കൂളിൽ പോകുമ്പോൾ വെള്ളക്കാർക്ക് മാത്രമേ ക്ലാസിന്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. കറുത്തവർഗക്കാർക്ക് അന്ന് റേഷ്യൽ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന കളറിന്റെ ബേസിസിൽ വെള്ളക്കാർക്ക് ഉള്ളിലിരിക്കാം. കറുത്തവർഗക്കാർക്ക് ഒരുമിച്ച് സഞ്ചരിക്കുവാൻ കഴിയത്തില്ല, ഒരു ഹോട്ടലിൽ കഴിക്കുവാൻ കഴിയത്തില്ല. അങ്ങനെ ഉണ്ടായിരിക്കുന്ന വലിയ റേസിസം നിലനിൽക്കുന്ന സമയമാണ്. തന്റെ ടീച്ചർ ചാൾസ് ഫർഹാം എന്ന് പറഞ്ഞ ഈ ഉപദേഷ്ടാവ് താനൊരു വെള്ളക്കാരനാണ്. സാധാരണ രീതിയിൽ കറുത്തവർഗക്കാർക്ക് എന്താ അപ്പോഴേക്ക് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ എന്താ അമർഷവും വിമർശനവും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രാപിക്കണമെങ്കിൽ പ്രിയമക്കളെ നമ്മുടെ മുൻവിധികളെ മാറ്റണം. നമ്മുടെ മനസ്സിൽ അലയടിക്കുന്ന സ്തോത്രം അങ്ങനെ ഉണ്ടായിരിക്കുന്ന മനോഭാവങ്ങളെയും ചിന്താഗതികളെയും ഒക്കെ ഒന്ന് നാം മാറ്റണം. ഈ സേമോർ എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ താൻ അവിടെ പോയി തന്റെ ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധ വെച്ച് കേട്ടു. അനേകർ അതിന്റെ മധ്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവിടെ ചലിച്ചു. കൻസാസ് എന്ന് പറഞ്ഞ അമേരിക്കയിലുള്ള കൻസാസ് പട്ടണത്തിൽ ഒരു വലിയ വിപ്ലവം സംഭവിക്കാനിടയായി തീർന്നു. പരിശുദ്ധാത്മാവ് ശക്തിയോട് ജനത്തിന്റെ മേൽ ഇന്ന് നമ്മൾ കാണുന്ന പോലെ അല്പമായിട്ടുള്ള അന്യഭാഷകളല്ല. ഒരു വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വീണ് കഴിഞ്ഞാൽ പിന്നെ മണിക്കൂറുകളാൽ ചിലപ്പോൾ ദിവസങ്ങൾ ചൈനീസും അറബിക്കും ഹീബ്രുവിലും വ്യത്യസ്തമായ ഭാഷകളിലൊക്കെ ഹിന്ദിയിലും ബംഗാളികളിലൊക്കെ അടുത്ത മാസം ആത്മാവിന്റെ ആഴത്തിന്റെ ഒരു മാസമാണ്. പരിശുദ്ധാത്മാവ് ഓൾറെഡി വെളിപ്പെടുത്തി കഴിഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ ആഴങ്ങളോട് ഹല്ലേലൂയ വിളിക്കുന്ന മാസമാണ് ജൂൺ മാസം. ആത്മാവിന്റെ മഴ പെയ്തിറങ്ങുന്ന ഒരു മാസമായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവജനം ഒന്ന് ഒരുങ്ങിയിരിക്കണമേ. വില്യം ജെ സേമോർ പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനാണ്. ദൈവവചനം തന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് മറിയ സംഗ്രഹിച്ചതുപോലെ അത് തന്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന് താൻ പ്രാർത്ഥിക്കും. അനുഭവമില്ല, പക്ഷേ വിശ്വാസമുണ്ട്. എന്തില്ല? അനുഭവമില്ല, അത് യാഥാർത്ഥ്യമായിട്ടില്ല, പക്ഷേ താൻ വിശ്വസിക്കുകയാണ്. തന്റെ ഹൃദയത്തിൽ ഈ ദൈവത്തിന്റെ വചനം സത്യമാണെന്ന് വിശ്വസിച്ച് താൻ പ്രാർത്ഥിക്കുകയാണ്. മണിക്കൂറുകൾ പ്രാർത്ഥിക്കുകയാണ്. ആദ്യം 3.5 മണിക്കൂർ പ്രാർത്ഥിക്കും, പിന്നെ 5 മണിക്കൂർ. അത് 3-4 വർഷം പ്രാർത്ഥിച്ചിട്ട് ആ നിലവാരത്തിൽ ഒരു മൂവ്മെന്റ് ഇല്ലാത്തപ്പോൾ പിന്നെ താൻ തന്റെ പ്രാർത്ഥനകളെ 7 മണിക്കൂറായി വർദ്ധിപ്പിച്ചു എന്ന് ചരിത്രം പറയുന്നു. ഹല്ലേലൂയ. കൻസാസിൽ വലിയ ദൈവപ്രവൃത്തി നടന്നു. പക്ഷേ ഈ ഒറ്റക്കണ്ണനായ സേമോർ ഒരു സമയം കഴിഞ്ഞപ്പോൾ താൻ ലോസ് ആഞ്ചലസിലേക്ക് പോകുകയാണ്. അനുഭവമില്ല, യാഥാർത്ഥ്യമായിട്ടില്ല. കൻസാസിൽ 1902-3 ആ സമയങ്ങളിൽ ആത്മാവിന്റെ വലിയ പകർച്ചകൾ നടക്കുന്നുണ്ട്. അനേക ആത്മാവിൽ നിറയുന്നുണ്ട്. പക്ഷേ അത് ലോകവ്യാപകമായ ഒരു ഉണർവായില്ല. കൻസാസിലാണ് ആത്മാവ് ആദ്യം വീണത്. അവിടെയാണ് വില്യം ജെ സേമോർ ഈ സത്യങ്ങളെയും ദൈവവചനത്തിന്റെ വെളിപ്പാടുകളെയും പ്രാപിച്ചത്. പക്ഷേ ലോകവ്യാപകമായ ഉണർവ് എവിടെയാണ് വെളിപ്പെട്ടതെന്ന് അറിയാമോ? അത് ലോസ് ആഞ്ചലസിൽ വളരെ ചെറുതായിരിക്കുന്ന ഒരു കുടിൽ പോലെ ആയിരിക്കുന്ന വലിയ സെറ്റപ്പും ഗെറ്റപ്പും ഇല്ലാത്ത ആ സ്ഥലങ്ങളിലാണ് ദൈവം പരിശുദ്ധാത്മാവിനെ പകരുവാൻ കാരണം. അതിന്റെ കാരണം പരിശോധിക്കുമ്പോൾ, അല്ലെ ചരിത്രം പരിശോധിക്കുമ്പോൾ വില്യം സേമോർ വിശ്വസിച്ചതുപോലെ അവരൊന്നും കണ്ടിട്ടില്ല, അവരൊന്നും അനുഭവിച്ചിട്ടില്ല. പാസ്റ്ററിങ്ങിനെ ആഴ്ചകൾ തോറും പ്രസംഗിക്കുന്നു, പറയുന്നു. അവിടെ ചിലത് ഇവിടെ ചില മൂവ്മെന്റ് ഒക്കെ കാണാം. പക്ഷെ കൂടെ ഇരുന്നവർ വില്യം ജെ സേമോറിനോട് കൂടെ അവരൊരുമിച്ച് വിശ്വസിക്കാൻ തുടങ്ങി, അവരൊരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഒരുമിച്ച് അവർ ചലിക്കുവാൻ തുടങ്ങി, ഒരുമിച്ച് അവർ വില കൊടുക്കുവാൻ തുടങ്ങി, ഒരുമിച്ച് ആ ദൈവ നിയോഗത്തെ ജനിപ്പിക്കുവാൻ ഒരു സഭ ഉളവായി. വലിയ ഗെറ്റപ്പും വലിയ സാമ്പത്തികവും വലിയ ബിൽഡിങ്ങും ഒന്നുമില്ലാത്തതിന്റെ മധ്യത്തിൽ ഒരു ഉണർവ് ജനിക്കുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിത് ഇവിടെ വിളിച്ചു പറയുമ്പോൾ എൻ്റെ ഉള്ളിലും അങ്ങനെയുള്ള ഒരു ആത്മഭാരവും അങ്ങനെയുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ അലകളാണ് അടിക്കുന്നത്. കൻസാസിൽ വലുത് സംഭവിച്ചു, പക്ഷേ അടുത്ത ലോകവ്യാപകമായ ഒരു ഉണർവ് ഉണ്ടാകുവാൻ കാരണം അവിടുത്തെ ചില ശുശ്രൂഷകന്മാർ വിശ്വസിച്ചു, അവർ പ്രാർത്ഥിച്ചു, വില കൊടുത്തു, അവർ ദാഹിച്ചു, ആഗ്രഹിച്ചു എന്ന് മാത്രമല്ല ഒരു കൂട്ടം ചേർന്നവർ വിശ്വസിക്കുവാൻ. They created a corporate faith of atmosphere for the miraculous to be birthed. അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാൻ, അത്ഭുതങ്ങളെ, ഉണർവുകളെ. അതോടെ ലൂക്കോസിന്റെ സുവിശേഷം മടങ്ങി വരികയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 18 വർഷം വളരെ കൂനിയായ സ്ത്രീ, പക്ഷെ അവൾ വിട്ടുകൊടുത്തില്ല. അവൾ നിരന്തരമായ ആലയത്തിൽ വരും. അവളുടെ ഉള്ളിൽ പ്രതീക്ഷ ഉണ്ടോ എന്നൊന്നും അറിയില്ല. പ്രതീക്ഷ ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതിന്റെ കാരണം യേശു അവളെ സ്പോട്ട് ചെയ്തു. അവളുടെ വിശ്വാസം, അവളുടെ ഹൃദയത്തിന്റെ ആ ദൈവത്തോട് ഉണ്ടായിരിക്കുന്ന ആ കണക്ഷൻ ആരും മിസ് ചെയ്യത്തില്ല. അവൾ കൂനിയിരിക്കുക. യേശുവിന്റെ അനുഗം എന്ന് കാലം യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. യേശുവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവുണ്ട്. ആ കണ്ണുകൾ നിന്നെ കാണുന്നുണ്ട്, ആ കണ്ണുകൾ നിന്നെ സ്പോട്ട് ചെയ്യുന്നുണ്ട്. നീ ചിന്തിക്കണ്ട, ഹല്ലേലൂയ, എന്റെ വിഷയം ആരും അറിയുന്നില്ലല്ലോ, എനിക്ക് എപ്പോഴും അവർ ആ കണ്ണുകൾ നിന്നെ കാണുന്നുണ്ട്. ആത്മാ, പരിശുദ്ധാത്മാവ് നിന്നെ സ്പോട്ട് ചെയ്യുന്നുണ്ട്. ദൈവദൂതന്മാരെ നിന്റെ വിടുതലിന് വേണ്ടി അയക്കുന്ന സീസണുകളാണെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു. ആമേൻ. കർത്താവിന് ഒന്നും ഒരു വിഷയമല്ല. ആൾക്കാരെന്ത് ചിന്തിക്കും, അവിടെയുള്ള പരീക്ഷന്മാരെന്ത് ചിന്തിക്കും എന്നൊന്നും കർത്താവിന് വിഷയമല്ല. എബ്രഹാമിന്റെ മകളായ ആ കുനിയായ സ്ത്രീ, ആ വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 16-ാമത്തെ വാക്യം. എന്നാൽ സാത്താൻ
18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ എബ്രഹാമിന്റെ മകളെ നോക്കിയേ, സംശയം വേണ്ട. സൗഖ്യം പ്രാപിക്കണമെങ്കിൽ, സൗഖ്യം ശുശ്രൂഷിക്കണമെങ്കിൽ, വിടുതൽ പ്രാപിക്കണമെങ്കിൽ, വിടുതൽ ശുശ്രൂഷിക്കണമെങ്കിൽ അറിയേണ്ട അടിസ്ഥാനപരമായ ദൈവവചനത്തിന്റെ സത്യങ്ങളാണ്. These are divine healing, delivering doctrines and truths. നിങ്ങൾ സത്യം അറിയുകയും ഈ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. രോഗത്തിന്റെ പിന്നിൽ രോഗാത്മാക്കളുണ്ട്. രോഗത്തിന്റെ പിന്നിൽ, വ്യാധികളുടെ പിന്നിൽ, പൈശാചിക മാനസിക വിഭ്രാന്തികളുടെ പിന്നിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ദുരാത്മ മണ്ഡലമുണ്ട്. ഇവിടെ കർത്താവ് വളരെ വ്യക്തമായി പറയുകയാണ്. എന്താ പറയുന്നത്? Ought not this woman, being a daughter of Abraham, whom Satan has bound these 18 years, be loosed from this bond on Sabbath? Yes. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്നുത്തരം പറഞ്ഞു. സാത്താൻ 18 വർഷമായി ബന്ധിച്ചിട്ട ഈ എബ്രഹാമിന്റെ മകളെ വിടുവിക്കേണ്ടതല്ലയോ, വിട്ടയക്കേണ്ടതായി നിന്റെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ ഈ വെളിപ്പാട് കത്തുന്നുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് യേശുവിന്റെ സൗഖ്യത്തെ ശുശ്രൂഷിക്കുവാൻ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. പിശാച് ബന്ധിച്ചിട്ട ആ വ്യക്തിയെ വിടുവിക്കുവാൻ നിന്റെ മേൽ ദൈവത്തിന്റെ ഒരു നിയോഗമുണ്ട്. നിന്റെ മേൽ ദൈവത്തിന്റെ ഒരു അധികാര കൈമാറ്റമുണ്ട്. നിന്റെ മേൽ അഭിഷേകത്തിന്റെ ഒരു പകർച്ചയുണ്ട്. ഈ നാളുകൾ അങ്ങനെ നിന്നെ പണിതെടുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് ആ മകളെ സൗഖ്യമാക്കി, ആ മകൾ വിടുതൽ പ്രാപിച്ചു. വലിയ സന്തോഷം, വലിയ ആശ്ചര്യമായി. പക്ഷേ അവിടെയുള്ള ഒത്തിരി ആൾക്കാർക്ക് അത് വലിയ സന്തോഷമല്ലായിരുന്നു. 31-ാമത്തെ വാക്യത്തിൽ ചില പരീക്ഷന്മാർ കർത്താവിനോട് വന്ന് പറയുന്ന ഒരു ഭാഗമാണ്. യെസ്, ആ നാഴികയിൽ തന്നെ ചില പരീക്ഷന്മാർ, ആ നാഴികയിൽ ഇത്ര വലിയ അത്ഭുതം നടക്കുകയാണ്, ദൈവപ്രവർത്തികൾ നടക്കുകയാണ്. ആ നാഴികയിൽ ചെന്ന് തന്നെ ചില പരീക്ഷന്മാർ അടുത്തു വന്ന്, ഇവിടം വിട്ട് പോയിക്കൊള്ളുക, ഇവിടം വിട്ട് നീ പോയിക്കൊള്ളുക, ഹെരോദാവ് നിന്നെ കൊല്ലുവാൻ ഇച്ഛിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു. അന്നത്തെ ഗവർണറായിരിക്കുന്ന അന്റിപ്പാസ് ഹീരോദാവ് നിന്നെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നു. യേശുവേ, നീ ഇങ്ങനെ പ്രവർത്തിച്ചോണ്ട് നടന്നാൽ, രോഗികളെയൊക്കെ സൗഖ്യമാക്കി നീ ഇങ്ങനെ ഷൈൻ ചെയ്ത് നടന്നാൽ, ഹീരോദാവ് നിന്നെ എന്ത് ചെയ്യും? കൊന്നുകളയും. അതുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ, വലിയ ബഹളം ഒന്നും ഉണ്ടാക്കാതെ, ആരെയും മുഷിപ്പിക്കാതെ എന്ത് ചെയ്യണം? നീ അങ്ങ് അടങ്ങി എവിടെയെങ്കിലും ഒക്കെ നിന്റെ ശുശ്രൂഷ ചെയ്ത് അതിന് കർത്താവ് കൊടുക്കുന്ന മറുപടി നമുക്ക് ശ്രദ്ധിക്കാം. സ്തോത്രം. യേശുവിന്റെ മാൻഡേറ്റ്, യേശുവിന്റെ ദൗത്യം. സ്തോത്രം. അവൻ അവരോട് പറഞ്ഞത്, യേശു ഈ പരീക്ഷന്മാരോട് പറഞ്ഞത്, നിങ്ങൾ പോയി ആ കുറുക്കനോട്, നിങ്ങൾ പോയി നോക്കി, യേശുവിന്റെ വാക്കുകളാണ്, നിങ്ങൾ പോയി ആ കുറുക്കനോട്, ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കി. ഹെരോദാവിനെ കുറിച്ച് യേശു നല്ലോണം അറിയാം. കുറുക്കൻ എന്ന് പറയുമ്പോൾ ചതിച്ച കാര്യങ്ങളെ ചെയ്യുന്ന ആ കുറുക്കനോട്, ആ ചതിയനോട്, സ്തോത്രം, ആ വക്രത കാണിക്കുന്ന അവനോട് പോയി പറഞ്ഞു. യേശുവിന്റെ വാക്കുകൾ നോക്കി, go tell that fox that I cast out devils and I do cures today and tomorrow and on the third day I shall be perfected. ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കും, ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കും, രോഗശാന്തി വരുത്തുകയും ഞാൻ രോഗശാന്തി വരുത്തുകയും മൂന്നാം നാളിൽ സമാപിക്കുകയും ചെയ്യും. നോക്കി, യേശു പറയുകയാണ്, വലിയ ഒരു അത്ഭുത വിടുതൽ, ഒരു സൗഖ്യം നടന്നു അവിടെ. വലിയ ഒരു രോഗത്തിൽ നിന്ന് കൂനിയായ സ്ത്രീ സൗഖ്യം പ്രാപിക്കുന്നു, ദുരാത്മാവ് വിട്ടുപോകുന്നു. ഒരു വലിയ ദൈവിക സൗഖ്യം ആ നട്ടലുകളിൽ നടക്കുകയാണ്. പക്ഷെ ഇവിടെ കർത്താവിനോട് പറയുക, ഇവിടെ വിട്ട് പോ. പക്ഷെ കർത്താവ് പറയുക, എന്താ പറയുന്നത്? Behold, I cast out devils. ഞാൻ ഭൂതങ്ങളെ, ദുരാത്മാക്കളെ. He replied, go tell that fox that I will keep on driving out demons and healing people today and tomorrow and on the third day I will reach my goal. കർത്താവിന്റെ ദൗത്യം നോക്കി, ആ ദിശാബോധം എന്ത് വ്യക്തമായിരുന്നു കർത്താവിന്റെ. I will keep on driving out demons and healing people today and tomorrow and on the third day I will reach my goal. അത് എബ്രായ ഭാഷയിലുള്ള ഒരു ചൊല്ലാണത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നും നാളെയും മൂന്നാം ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും നാളെയും എൻ്റെ ജീവിതത്തിന്റെ അവസാനത്തോളം എൻ്റെ മിഷൻ കാൽവറി ക്രൂശിൽ ഞാൻ പൂർത്തീകരിക്കുന്നവരെ യേശു പറയുക, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ദുരാത്മാക്കളെ പുറത്താക്കിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞ് ആ കൈയൊക്കെ ചൂടി പറഞ്ഞ്, ഞാൻ ദുരാത്മാക്കളെ പുറത്താക്കിക്കൊണ്ടിരിക്കും, ഞാൻ ദുരാത്മാക്കളെ പുറത്താക്കിക്കൊണ്ടിരിക്കും, ഞാൻ രോഗശാന്തി വരുത്തിക്കൊണ്ടിരിക്കും, ഞാൻ രോഗശാന്തി വരുത്തിക്കൊണ്ടിരിക്കും. എന്റെ ദൗത്യം അവസാനിക്കുന്നവരെ, പിതാവ് നിശ്ചയിച്ച ആ ദിനം വരുന്നവരെ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. സംശയമുണ്ടോ പ്രിയപ്പെട്ടവരെ? കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുമെന്ന്, കർത്താവ് നിങ്ങളെ വിടുവിക്കുമെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? So we preach Christ the healer, Christ that deliverer. Hallelujah. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന്റെ കാതലായ ഭാഗമാണ് സൗഖ്യം. Healing is an essential and integral part of the kingdom matter. ദൈവരാജ്യത്തിന്റെ ഈ ദൗത്യത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ദൈവിക സൗഖ്യവും. Healing and deliverance is not just an extra. സ്തോത്രം. ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ കൂടെ, ആത്മീയ സുവിശേഷത്തിന്റെ കൂടെ ഒരു എക്സ്ട്രാ, നടന്നു നടന്നില്ലെങ്കിൽ നടന്നില്ല എന്നുള്ളതല്ല. Healing is an essential and integral part of the gospel of the kingdom of God, of the kingdom and ദൈവരാജ്യത്തിന്റെ ദൗത്യത്തിന്റെ ഒരു വളരെ പ്രധാന ഭാഗമാണ്. സ്തോത്രം. ഹല്ലേലൂയ. യേശു എന്തിനാണ് രോഗികളെ സൗഖ്യമാക്കിയത്? നമ്മൾ ഇതെല്ലാം ചിന്തിച്ചാണ് വീണ്ടും. സ്തോത്രം. വിശ്വാസം എങ്ങനെയാണ് വരുന്നത്? സ്തോത്രം. നമ്മൾ വലിയ മെഗാ മിറക്കിൾസ് കാണുവാൻ ആഗ്രഹിക്കുന്നു. നാം അത്ഭുതങ്ങളും അടയാളങ്ങളുടെയും വീര്യപ്രവൃത്തികളുടെയും ആ വലിയ പ്രതലങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ തലങ്ങളിലേക്കൊക്കെ ഒരു ഗണം, ഒരു കൂട്ടം മാറ്റുവാനുള്ള തയ്യാറെടുപ്പാണിത്. ആ ശുശ്രൂഷകളാണ് നാം പണിതെടുത്ത ദൈവത്തിന്റെ പ്രവർത്തികൾ. സ്തോത്രം. യാദൃശ്ചികമായി നടക്കുകയില്ല. Amen. Many people think, പെട്ടെന്ന് ദൈവം എന്തൊക്കെയോ
God has എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വഴികളുണ്ട്. God has ways. ദൈവത്തിന്റെ വഴി. നാം ഈ ദൈവവചനത്തിന്റെ ഉപദേശങ്ങളും പ്രസംഗങ്ങളെല്ലാം കേൾക്കുന്നത് നാം ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വഴികൾ, ദൈവത്തിന്റെ ഇഷ്ടം ഹിതമൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുമ്പോഴാണ് ദൈവ പ്രവൃത്തികളുടെ വലിയ കളറുകൾ നമുക്ക് വേണ്ടി തുറക്കുന്നത്. യേശു എന്തിനാണ് സൗഖ്യമാക്കിയത്? താൻ തന്റെ പവർ വെളിപ്പെടുത്തുവാനല്ല, താൻ ആരാണെന്ന് വെളിപ്പെടുത്തുവാനല്ല, യഹോവയായ ദൈവം ആരാണെന്ന് ജനത്തിന് തിരിച്ചറിയത്തക്ക നിലവാരത്തിലാണ് യേശുവിന്റെ ഓരോ പ്രവൃത്തികളും. ഹല്ലേലൂയ. പഴയ നിയമം നാം പഠിക്കുമ്പോൾ യഹോവയായ ദൈവത്തിന് ഉടമ്പടി നാമങ്ങൾ 300-ൽ പരം നാമങ്ങൾ ദൈവത്തിനുണ്ട്. പല നാമങ്ങളിലാണ് ദൈവം അറിയപ്പെടുന്നത്. പക്ഷേ അതിൽ 7 നാമങ്ങൾ ഉടമ്പടി നാമങ്ങൾ. There are 7 covenant names. 7 ഉടമ്പടി നാമം. ഉടമ്പടിയുടെ അർത്ഥം എന്താണ്? ദൈവം ഒരിക്കൽ ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ വാക്ക് മാറുകയില്ല. ആമേൻ. ഒരിക്കൽ നിന്നോട് ഒരു ഉടമ്പടി ഉണ്ടാക്കിയാൽ വാക്ക് മാറുകയില്ല. നീ അത് മുറിച്ച് ഇറങ്ങിപ്പോയാലേ സ്വന്തം ആ ഉടമ്പടി കട്ടാകുകയുള്ളൂ. പക്ഷെ ദൈവം നിന്നോട് ഒരു ഉടമ്പടി ചെയ്താൽ, ദൈവം ഇസ്രായേൽ മക്കളോട് ഉടമ്പടി ചെയ്ത് ഉടമ്പടികളുടെ ദൈവമായി ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്. The 7 covenant names of God. 7 ഉടമ്പടി നാമങ്ങൾ. അതിൽ ആദ്യത്തെ ഉടമ്പടി നാമമാണ് എന്ത്? യഹോവ റാഫ. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. I am the God that healeth. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവം, ഞാൻ നിങ്ങളുടെ ഡോക്ടറായ ദൈവം. ഇസ്രായേൽ മക്കൾ അവർ തിരിച്ചറിഞ്ഞ, അവർ മനസ്സിലാക്കിയ ദൈവം അവർക്ക് ഉടമ്പടി ചെയ്ത് ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന ഡോക്ടറാണ്. മിസ്രൈമിയർക്ക്, ഫിലിസ്തീയർക്ക്, കനാനിയർക്ക് പല ഡോക്ടർമാരുണ്ടായിരിക്കുമ്പോൾ, പല സൗഖ്യത്തിന് വേണ്ടിയുള്ള വഴികൾ ഉണ്ടായിരുന്നപ്പോൾ ഇസ്രായേൽ മക്കളോട് ദൈവം പറയാ, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന I am the God that healeth. I am your doctor. യഹോവ ഈരെ, യഹോവ നിസി, ശാലോം, സിദ്കേനു, വ്യത്യസ്തമായ കവനന്റ് നിയമങ്ങൾ, ഉടമ്പടി നാമങ്ങൾ. പക്ഷേ ആദ്യത്തെ ഉടമ്പടി നാമം എന്താണ്? യഹോവ റാഫ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25-ാം വാക്യത്തിൽ പഴയ നിയമത്തിൽ ഈ നല്ലവനായ യഹോവയെ കുറിച്ച് വെളിപ്പാടുകൾ ദൈവജനത്തിന് കിട്ടി. പുതിയ നിയമമായപ്പോൾ യേശു ഉടമ്പടി നാമമായിരിക്കുന്ന, ആദ്യത്തെ ഉടമ്പടി നാമമായിരിക്കുന്ന യഹോവ റാഫയെ പ്രസിദ്ധമാക്കുകയാണ്, ജനത്തിന് പരിചയപ്പെടുത്തുകയാണ്. That God is your healer. God is the God of healing. ദൈവം നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. പുറപ്പാട് പുസ്തകം 23-25. യെസ്. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ. നിങ്ങളുടെ യഹോവയായ ദൈവത്തെ തന്നെ സേവിപ്പീൻ. എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിച്ച് രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് നീക്കി. ദൈവം ആരാണ്? രോഗങ്ങളെ തരുന്നവനല്ല. ഇന്ന് സൗഖ്യം ആഗ്രഹിക്കുന്നവർ, ഇന്ന് സൗഖ്യം പ്രാപിക്കുവാൻ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നെ ഒന്ന് തൊടണമേ, എന്നെ വിശേഷണമേ. കർത്താവേ, നീ എന്നെ ഒന്ന് സ്പർശിക്കണമേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഇവിടെ നാം വായിക്കുന്നത്, നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിച്ച് രോഗത്തെ പരിപൂർണമായി നിന്റെ നടുവിൽ നിന്ന് മാറ്റിക്കളയുന്ന ദൈവം ആരാണ്? രോഗങ്ങളെ നൽകുന്ന ദൈവമല്ല, രോഗങ്ങളെ മാറ്റിക്കളയും. Come on. Hallelujah. We must know the character of our God. നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവത്തെ. ദൈവം എന്താണ്? രോഗങ്ങളെ തരുവാൻ ഇഷ്ടപ്പെടുന്ന ദൈവമല്ല, രോഗങ്ങളെ എടുത്തു മാറ്റുവാൻ ഇഷ്ടപ്പെടുന്നു. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമുക്ക് വീണ്ടും കേൾക്കാം. And the Lord will remove from you all sickness. മോശ ദൈവജനത്തെ വീണ്ടും ആവർത്തിച്ച്, നിങ്ങൾ മറന്നുപോയെങ്കിൽ, വിട്ടുപോയെങ്കിൽ ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. മക്കളെ, ഇസ്രായേൽ മക്കളെ, നമ്മെ നടത്തിയ ദൈവം, നമ്മുടെ കൂട്ടത്തിൽ ഒരു ബലഹീനൻ പോലും ഇല്ലാതെ നമ്മെ സുരക്ഷിതമായി സൗഖ്യത്തോടെ നടത്തിയ ദൈവം. ആ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? യഹോവ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? അവൻ റാഫയായ ദൈവമാണ്. യഹോവ സകല രോഗവും, യഹോവ ചില രോഗങ്ങൾ അല്ല, യഹോവ സകല രോഗങ്ങളെയും നിങ്ങളിൽ നിന്ന് അകറ്റിക്കളയും. നിന്നിൽ നിന്ന് അകറ്റിക്കളയും. നിന്റെ മൈഗ്രൈനെ മാറ്റുവാൻ കർത്താവ് കഴിയും. നിന്റെ ട്യൂമറിനെ മാറ്റുവാൻ കർത്താവിന് കഴിയും. നിന്റെ ക്യാൻസറിനെ മാറ്റുവാൻ കഴിയും. നിന്റെ ഡയബറ്റീസിനെ സൗഖ്യമാക്കുവാൻ കഴിയും. നിന്റെ ഹൃദയത്തിന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ കഴിയും. നിന്റെ കണ്ണ് സംബന്ധമായ വിഷയം കരമൊന്ന് ഉയർത്തി. ഹല്ലേലൂയ. നമ്മുടെ സകല രോഗങ്ങളെ മാറ്റുവാൻ കഴിയുന്ന ഒരു റാഫയാണ്, യഹോവയാണ്. ആ യഹോവയുടെ ആ കരപ്രവൃത്തിയെ വെളിപ്പെടുത്തുവാനാണ് പുത്രൻ തന്നെ കാൽവരി ക്രൂശിൽ തന്നെ യാഗമാക്കി തീർത്തത്. He is God who removes all our sickness. Somebody say all our sickness. നമ്മുടെ സകല രോഗങ്ങളെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹൃദയത്തെ മനസ്സിലാക്കിയ ദാവീദ് യാഹോവേ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ച് 103-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പറയുന്ന ആ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. അതൊക്കെ ദാവീദ് പഴയ നിയമത്തിലാണ്. അവൻ നിന്റെ അകൃത്യമൊക്കെയും, നീ ദൈവത്തിന്റെ അടുക്കിലേക്ക് മാനസാന്തരത്തോടും അനുതാപത്തോടും നീ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നാൽ നിന്റെ സകല പാപത്തെയും ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഇന്ന് കൂട്ട സൗഖ്യത്തിന്റെ ദിവസമാണ്. എവിടെയെങ്കിലുമൊക്കെ നീ രോഗത്തിൽ സ്റ്റക്കാണെങ്കിൽ, രോഗത്തിൽ നീ പിടിക്കപ്പെട്ടെങ്കിൽ, രോഗത്തിന്റെ മല നിന്റെ മേൽ ആധിപത്യം, ആ മുഖമുണ്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തി വീശി എന്ന് പറഞ്ഞാട്ടെ, ഞാൻ ഇന്ന് സൗഖ്യമാകുന്ന ദിവസമാണ്. ഇതെന്റെ സൗഖ്യത്തിന്റെ ദിവസമാണ്. ഇന്ന് എന്റെ ദൈവത്തെ കുറിച്ച് ഞാനൊന്ന് തിരിച്ചറിഞ്ഞു. ആ വെളിപ്പാട് എന്റെ ഹൃദയത്തിൽ കത്തി. ഞാനത് ഏറ്റെടുക്കുന്നു. എന്റെ സൗഖ്യത്തെ തടയുവാൻ പിശാചേ, ദുരാത്മാക്കളെ, രോഗവ്യാധികളെ,
ഹല്ലേലൂയ. അവൻ നമ്മുടെ സകല വ്യാധികൾ, സകല അകൃത്യങ്ങളെയും സകല രോഗങ്ങളെയും he heals, he forgives all my iniquities and he heals all my diseases. 107 സങ്കീർത്തനം 20 വാക്യം, Psalm 107 verse 20, he sent out his word and healed them and delivered them from their destruction. Yes, അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. അവൻ തന്റെ വചനത്തെ, ആ കരം ഉയർത്തി പറയാം, സൗഖ്യത്തിന്റെ വചനം നിങ്ങളിലേക്ക് അയക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ വായായി, ദൈവത്തിന്റെ ദാസൻ അഭിഷക്തൻ, ദൈവത്തിന്റെ ഹൃദയത്തെ, ദൈവത്തിന്റെ ഇഷ്ടത്തെ, ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ദൈവം അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. ആരെങ്കിലും ഒന്ന് പറയോ, ഇന്ന് പകൽ കാല കർത്താവേ, എന്റെ വിടുതലിന്റെ ദിവസമാണ്, എന്റെ സൗഖ്യത്തിന്റെ ദിവസമാണ്. ഞാൻ എന്റെ സൗഖ്യത്തെയും എന്റെ വിടുതലിനെയും ഞാൻ സ്വീകരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം വിചിത്രമായ ഒരു അധ്യായമാണ്. കർത്താവിനെ കാണിച്ചു കൊടുത്ത, പരിചയപ്പെടുത്തി കൊടുത്ത, മരുഭൂമിയിൽ കരയുന്ന ശബ്ദമായി യോഹന്നാൻ സ്നാപകൻ, സ്തോത്രം ഹല്ലേലൂയ, യേശുവിന്റെ മുമ്പിലുള്ള പ്രഗത്ഭനായ പ്രവാചകൻ, തന്റെ ഹൃദയത്തിൽ സ്തോത്രം ആശയക്കുഴപ്പമുണ്ടായി. തന്നെ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടു. താൻ വിചാരിച്ചു യേശു ഉണ്ടല്ലോ, ഇപ്പൊ യേശു ഞങ്ങൾ വിടുവിക്കും എന്ന് താൻ ചിന്തിച്ചു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാതെ താൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ യേശുവിന്റെ അടുക്കലേക്ക് അയക്കുന്ന ഭാഗമാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം തൊട്ട് വായിക്കാം. യെസ്, വരുവാനുള്ളവൻ നീയോ? വരുവാനുള്ള മെശീഹ യോഹന്നാനാണ് ചോദിക്കുന്നത്. ഇവരാണ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് വിളിച്ചു പറഞ്ഞ പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ ഇറങ്ങുന്നത് കണ്ട പ്രവാചകനാണ്. പ്രവാചകന് സംശയം തോന്നി, ആശയക്കുഴപ്പം, ഒരു കൺഫ്യൂഷൻ വന്നു. ഇവൻ തന്നെയാണോ എന്ന് തോന്നിയപ്പോൾ അങ്ങനെ ശിഷ്യന്മാരെ കർത്താവിന്റെ അടുക്കലേക്ക് അയച്ചപ്പോൾ, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കയോ എന്നവർ മുഖാന്തരം അവനോട് ചോദിച്ചു. നീ തന്നെയോ മെശീഹ? അപ്പോൾ യേശു അതിന് ഉത്തരം പറഞ്ഞത്, യെസ്. കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായി തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയിർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്നറിയിപ്പിൻ. The blind receive their sight, the lame walk, the lepers are cleansed, the deaf hear, the dead are raised up, and the poor have the gospel preached to them. കർത്താവ് സംക്ഷിപ്തമായി പറയുക, യോഹന്നാനോട് ചെന്ന് പറ, ദൈവരാജ്യത്തിന്റെ മാൻഡേറ്റ് നിവർത്തിക്കുന്ന മെശീഹയാണ് ഞാൻ. കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, ഊമർ സംസാരിക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം പറയപ്പെടുന്നു. ആ കരം ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ. യേശു ഇന്നലെയും ഇന്നും എന്നും എന്നേക്കും അനന്യനായവൻ തന്നെ. He is the same yesterday, today and forever. Hallelujah. പക്ഷേ ഈ സൗഖ്യം, ഈ ദൈവപ്രവർത്തികൾ നമുക്ക് നടക്കണമെങ്കിൽ എന്താ അനിവാര്യം? പല കാര്യങ്ങൾ അനിവാര്യമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസം. Somebody say faith. വിശ്വാസം. വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. Faith is essential to your miracle. പക്ഷേ അത്ഭുതം നിങ്ങൾ പ്രാപിക്കണമെങ്കിൽ, ആ സൗഖ്യം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എന്താ അനിവാര്യം? Faith is essential to your miracle, and therefore you must believe. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്ന അത്ഭുതങ്ങളെ പ്രാപിക്കുവാനായിട്ട് കഴിയും. Faith is vital to your healing. ആമേൻ. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 25-34 വരെയുള്ള വാക്യങ്ങൾ സുപരിതമായ ഭാഗങ്ങളാണ്. വിശ്വാസത്തിന്റെ പ്രാധാന്യത. കർത്താവ് കാൽവരി ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി നേടിയെടുത്ത ആ ജയം. Healing is in the atonement. കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നപ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാരം മാത്രമല്ല, നമ്മുടെ രോഗത്തിന് വേണ്ടിയുള്ള പരിഹാരം കർത്താവ് കാൽവരി ക്രൂശിൽ നേടിയെടുത്തു. That healing is in the atonement. ക്രൂശിലെ യാഗത്തിൽ നമ്മുടെ സൗഖ്യം കർത്താവ് നേടിയെടുത്തു. So healing is a guarantee. Deliverance is a guarantee. പെട്ടെന്ന് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. 16-17 വാക്യങ്ങൾ. 200 വർഷങ്ങൾക്ക് മുമ്പ് യേശയ്യാ പ്രവാചകൻ പറഞ്ഞ ആ വാക്യങ്ങളിലേക്ക് സ്വന്തം ശ്രദ്ധയെത്തിയിരിക്കാം. Healing is in the atonement. ഹല്ലേലൂയ. ക്രൂശിലെ കർത്താവ് തികച്ചെടുത്ത ആ യാഗത്തിൽ സൗഖ്യം ഉണ്ട്. ഈ കർത്തൃ മെശ എടുക്കുമ്പോൾ നാം ഓരോ പ്രാവശ്യം നമ്മുടെ പാപത്തിന് വേണ്ടിയുള്ള ക്ഷമയും, നമ്മുടെ ശരീരത്തിന് വേണ്ടി, നമ്മുടെ ദേഹി ആത്മാവിന് വേണ്ടിയുള്ള ഒരു ടോട്ടൽ സാക്രിഫൈസ് ആണ് സ്വന്തം കാൽവരി ക്രൂശ് കർത്താവ് നമുക്ക് വേണ്ടി നേടിയത്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം, മത്തായി 8 അതിന്റെ 16-17 വാക്യങ്ങൾ. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. യേശുവിന്റെ ഇത് വൈകുന്നേരമായ ഭൂതഗ്രസ്തരെയും രോഗികളെയും നാനാവ്യാധിക്കാരെയും കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് അവരെ സൗഖ്യമാക്കുകയും അവിടെ കൂടി വന്ന എല്ലാവരെയും എന്താ അവിടെ പറയുന്നത്? He healed them all. ആ വാക്യം വായിക്കാം. യെസ്. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. സകല ദീനക്കാർക്കും കർത്താവിന്റെ അടുക്കൽ വന്ന സകല ദീനക്കാരെയും യേശു സൗഖ്യമാക്കി.
എന്തിനാ യേശു അങ്ങനെ സൗഖ്യമാക്കിയത്? എന്തിനാണ് ദുരാത്മാക്കളെ പുറത്താക്കിയത്? 17 വാക്യം അവിടെ ചില കാര്യങ്ങളെ നിവർത്തിക്കുകയാണ്. യെസ്, അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു. അവൻ നമ്മുടെ ബലഹീനതകളല്ല, കറക്റ്റ് ട്രാൻസ്ലേഷൻ, അവൻ നമ്മുടെ വ്യാധികളെ എടുത്തു. വ്യാധികളെ ചുമന്നു. അവൻ നമ്മുടെ വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവർത്തിക്കുവാൻ തന്നെ. യെശയ്യാ പ്രവാചകൻ 700 വർഷങ്ങൾക്ക് മുമ്പേ യെശയ്യാ പ്രവാചകൻ, ദൈവത്തിന്റെ പ്രവാചകൻ മെഷിയെ കുറിച്ച് വിളിച്ചു പറഞ്ഞത് നിവർത്തിക്കുവാൻ യേശു എന്ത് ചെയ്തു? ദുരാത്മാക്കളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി. That it might be fulfilled which was spoken by Isaiah the prophet, saying he himself took our infirmities and bore our sicknesses. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4-5 വാക്യങ്ങൾ. എന്താണ് മെഷിയെ കുറിച്ച്? മെഷിയ ആണെങ്കിൽ എന്തും കൂടെ നടക്കണം, എന്തും കൂടെ സംഭവിക്കണം എന്ന് പ്രവാചകൻ 700 വർഷങ്ങൾക്ക് വിളിച്ചു പറയുകയാണ്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അവൻ നമ്മുടെ വേദനകളെ ചുമന്നു. നമ്മുടെ പാപത്തെ ചുമന്നു എന്ന് മാത്രമല്ല, നമ്മുടെ രോഗത്തെ ചുമന്നു. രോഗത്തോട് മനസ്സലിഞ്ഞു, അനുകമ്പ തോന്നി, കരുണ തോന്നി എന്ന് മാത്രമല്ല എഴുതിയിരിക്കുന്നത്. യേശു എന്ത് ചെയ്തു? നമ്മുടെ പാപത്തെ. ആ കരമൊന്ന് ഉയർത്തി പറയാമോ? യേശു നിന്റെ ഡയബറ്റീസിനെ ചുമന്നു, യേശു നിന്റെ രോഗത്തെ ചുമന്നു, നിന്റെ ബലഹീനതയെ ചുമന്നു, അല്ലേ? നിന്റെ വ്യാധികളെ ചുമന്നു യേശു ചുമന്നു, നിന്റെ വേദന കർത്താവ് ചുമന്നു, അവനത് വഹിച്ചു. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. യെസ്, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. നാം വിചാരിച്ചു, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. കാൽവറിയിൽ നിന്ന് സകലതും നിവൃത്തിയായി എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ നിന്റെ രോഗസൗഖ്യത്തിന് വേണ്ടി, ദുരാത്മാവ് ദുർഭൂതങ്ങളിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി, ശാപത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി, മന്ത്രവാദ ആവിചാര കെട്ടിൽ നിന്നുള്ള ആ വിടുതലിന് വേണ്ടി സകല പൈശാചിക മണ്ഡലം നിനക്ക് വിരോധമായി പ്രവർത്തിക്കുന്നതെന്ന് നിന്നെ വിടുവിക്കുവാൻ ഹല്ലേലൂയ ക്രൂശിൽ യേശു നിന്റെ രോഗത്തെ ചുമന്നു, നിന്റെ വേദനയെ ചുമന്നു, നിന്റെ ബലഹീനതയെ ചുമന്നു, നിന്റെ വ്യാധികളെ ചുമന്നു, നിന്റെ അതിക്രമം നിമിത്തം, നിന്റെ അകൃത്യം നിമിത്തം, നിന്റെ രോഗം നിമിത്തം യേശു മുറിവേറ്റു, അടിക്കപ്പെട്ടു, തകർന്നു, അവനെ ചതച്ചു. അവന്റെ പുറം ഉരുവിച്ചാലുകൾ പോലെ കീറി മുറിക്കപ്പെട്ടു. തല മുതൽ കാല് വരെ അവൻ തകർന്നു, അവൻ തകർക്കപ്പെട്ടു. സ്തോത്രം. അതിന്റെ അവസാനം പറയുന്നൊരു വാക്ക, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അവൻ അടി കൊണ്ടു, ആ വില കൊടുത്തു. ഇംഗ്ലീഷിൽ he was bruised, he was battered, he was pierced, he was wounded, he was crushed, he was pierced. ഇന്ന് നിന്റെ സൗഖ്യം ഉറപ്പാകാൻ കാരണം എന്താ? നിന്റെ വിഷയത്തിൽ നിനക്ക് വിടുതൽ ഉറപ്പ് എന്ന് പറയാൻ കാരണം എന്താ? നീ നേരിടുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കുമെന്ന് എന്താ ഉറപ്പ്? എന്താ ഗ്യാരണ്ടി? അവന്റെ മുഖം അന്വേഷിച്ചാൽ നിനക്ക് അതിന്റെ മേൽ ഒരു ജയമുണ്ട് എന്ന് ഉറപ്പ് എന്താണ്? Because he was beaten, he was bruised, he was wounded, he was scourged, he was battered, he was ripped, he was torn, he was crushed and he was pierced for your sickness. നിന്റെ വേദനകൾക്ക് വേണ്ടി, നിന്റെ രോഗത്തിന് വേണ്ടി, നിന്റെ ബലഹീനതയ്ക്ക് വേണ്ടി, നിന്റെ പാപം അകൃത്യം, നിന്റെ സൗഖ്യത്തിന് വേണ്ടി, നിന്റെ വ്യാധികൾക്ക് വേണ്ടി ഒരുവൻ ക്രൂശിൽ, യേശു ക്രൂശിൽ നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടു. അവന്റെ അടിപ്പിണരുകളാൽ, അവൻ കൊണ്ട് അടികളാൽ, അവൻ സഹിച്ച മുറിവുകളാൽ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തന്നെ ആ സൗഖ്യം ഒഴുകുകയാണ്. നീ പാസ്റ്റർ അവസാനം പ്രാർത്ഥിക്കാനൊന്നും കാത്തു നിൽക്കേണ്ട. ഈ വചനത്തിൽ തന്നെ ദൈവത്തിന്റെ ശക്തി പുറപ്പെടുകയാണ്. നിന്റെ ഡയബറ്റീസ് സൗഖ്യമാക്കുക, നിന്റെ വ്യാധികൾ സൗഖ്യമാകുന്ന ഒരു സൗഖ്യത്തിന്റെ this is a healing word. This is a healing word. വിശ്വാസം ക്രിസ്തുവിന്റെ വചനത്തിന്റെ കേൾവിയാലാണ് നിന്റെ ഉള്ളിൽ സൗഖ്യത്തിന്റെയും അത്ഭുതങ്ങളുടെയും വിടുതലിന്റെയും ദൈവ പ്രവർത്തികളുടെയും വിശ്വാസം ജനിക്കുന്നത്. Faith is born as you hear, listen, meditate and receive the word of God. 1 പത്രോസ് 2-ാം വാക്യത്തിൽ പത്രോസ്, കർത്താവിന്റെ പ്രിയ ശിഷ്യൻ, അവൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഞാൻ അവനെ കണ്ടു, ഞാൻ അവന്റെ മഹത്വം കണ്ടു, അവന്റെ ക്രൂശിത മരണത്തെ ഞാൻ കണ്ടു. പത്രോസ് അപ്പോസ്തലന് ഒരു ദൈവിക വെളിപ്പാടായി. 1 പത്രോസ് 2:24 യെസ്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ ക്രൂശിന്മേൽ കയറ്റിയതല്ല, അവൻ കയറി നമ്മുടെ പാപം ചുമന്ന്, നമ്മുടെ വ്യാധികൾ ചുമന്ന്, നമ്മുടെ രോഗം ചുമന്ന് അവൻ ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ, അതുകൊണ്ട് അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾക്ക് സൗഖ്യം വരാൻ പോകുന്നു എന്നല്ല, വന്നിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പേ കാൽവറിയിൽ യേശു തകർന്നപ്പോൾ, യേശു ക്രൂശിതനായപ്പോൾ, യേശു അടികൊണ്ടപ്പോൾ, യേശുവിനെ തകർത്തപ്പോൾ, അവനെ മുറിപ്പെടുത്തിയപ്പോൾ, അവന്റെ തലയിൽ ആ മുൾക്കിരീടം വെച്ചപ്പോൾ, അവന്റെ കൈകളെ അടിച്ചപ്പോൾ, അവന്റെ കാലുകളിൽ ആണി അടിച്ചപ്പോൾ, അവന്റെ പുറം കീറി മുറിച്ചപ്പോൾ, അവന്റെ അടിപ്പിണരുകളാൽ കർത്താവേ
ഞങ്ങളുടെ സൗഖ്യത്തെ സ്വീകരിക്കുന്നു, ഞങ്ങളുടെ വിടുതലെ സ്വീകരിക്കുന്നു. ഒരു പിശാചിന്റെ ബന്ധനത്തിനും ഒരു പിശാചിന്റെ കെട്ടിനും ഒരു പിശാചിന്റെ അടിമത്തത്തിനും നിന്നെ അടിമയാക്കി വെക്കുവാൻ കഴിയാത്ത ആ നിലവാരത്തിൽ യേശു ക്രൂശിൽ ആ വില കൊടുത്ത് പ്രിയപ്പെട്ടവരെ അവന്റെ അടിപ്പിടിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യവും വിടുതലും സംസാരിക്കുന്നു. അതുകൊണ്ട് ഈ 3 സാക്ഷികളാണ്, ഈ 3 വാക്യങ്ങളെ സ്തോത്രം. ഈ ശർവായ പുസ്തകം 53-ാം അധ്യായം 3-ഉം 4-ഉം 5-ഉം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-ഉം 17-ഉം യേശു പ്രവചനങ്ങളെ നിവർത്തിച്ചു. ആ പ്രവചനം നിവർത്തിച്ചു എന്ന് പത്രോസ് അപ്പോസ്തലൻ പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ നിറഞ്ഞ് അപ്പോസ്തലൻ ദൈവസഭയ്ക്ക് സ്തോത്രം ദൂത് കൈമാറുകയാണ്. നാം പാപം സംബന്ധിച്ച് മനുഷ്യ നീതിക്ക് വേണ്ടി ജീവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് യേശു ക്രൂശിൽ കയറി ആ കരം ഉയർത്തി പറയാം, അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു, വരാൻ പോകുന്നു എന്നല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പേ കാൽവറിയിൽ നമുക്ക് ആ യാഗം കർത്താവ് നിവർത്തിച്ചുകൊണ്ട് സൗഖ്യം ഒഴുകുക. കാൽവറിയിൽ നിന്ന് സൗഖ്യത്തിന്റെ ഒരു നദി ഒഴുകുക, സൗഖ്യത്തിന്റെ ഒരു സ്ട്രീം ഒഴുകുക, സൗഖ്യത്തിന്റെ ലൈഫ് ഒഴുകുക. It cannot be that we will remain sick. നീ രോഗിയായിരിക്കുവാൻ അസാധ്യമാണ്. നീ കാൽവറിയിൽ കീഴിലാണോ? കാൽവറിയിൽ നിന്റെ കണ്ണ് പതിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് പൗലോസ് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ. കരമൊന്ന് ഉയർത്തി പറയാം, എന്റെ സൗഖ്യം ഉറപ്പാ, എന്റെ സൗഖ്യം ഉറപ്പാ. അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. വിശ്വാസം, നമ്മൾ ആ പാഠമാണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. വിശ്വാസം, faith is vital to your miracle. Faith is vital to your healing. നിന്റെ സൗഖ്യത്തിന് വിശ്വാസം അനിവാര്യമാണ്. കാൽവറിയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പേ ഇത്ര വലിയ ഒരു ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ദൈവം ചെയ്തെങ്കിലും നാം അത് അനുഭവിക്കണമെന്നില്ല. നമുക്ക് വന്ന് പാടാം, വന്ന് ആരാധിക്കാം, നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി കർത്താവേ അങ്ങ് എത്ര വലിയ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ചെയ്തത്. പക്ഷെ ഇതൊന്നും അനുഭവിക്കാതെ നമുക്ക് നമ്മുടെ ജീവിതം ജീവിച്ച് അവസാനിക്കാം. കർത്താവ് കാൽവരി ക്രൂശിൽ ചെക്ക്ലിസ്റ്റായി ഞാൻ നിവൃത്തിയാക്കി തികച്ചെടുത്തു എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? വിശ്വാസത്തിന്റെ കൈ നിനക്ക് വേണം. You must have the hand of faith. ഈ ദൈവവചനം വീണ്ടും വീണ്ടും പറയും, പഠിപ്പിക്കപ്പെടുകയും ഉപദേശിക്കപ്പെടുകയും ചെയ്യുന്നത് എന്താ? ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ എന്ത് പൊങ്ങി വരണം, എന്ത് ജനിക്കണം, എന്ത് ഉരുവാകണം? Somebody say faith. ആ വിശ്വാസം, faith is essential. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ആരെങ്കിലും ദൈവത്തിന്റെ അടുക്കൽ വന്നാൽ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് താൻ പ്രതിഫലം കൊടുക്കുന്നു എന്ന് താൻ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്, താൻ അറിയേണ്ട ആവശ്യമാണ്. ഈ ദിവസങ്ങളിൽ വിശ്വാസം നമ്മുടെ ഉള്ളിൽ സ്തോത്രം പച്ച പിടിക്കുകയാണ്, വിശ്വാസം ശക്തിപ്പെടുകയാണ്, വിശ്വാസം ചൂടുപെടുകയാണ്. ആ വീക്ക് ഫെയ്ത്തിൽ നിന്ന്, ക്ഷീണിച്ചിരിക്കുന്ന അല്പവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിന്റെ കരുത്തന്മാരായ ദൈവത്തിന്റെ പ്രവർത്തികളെ, ദൈവത്തിന്റെ എക്സ്പ്ലോയിറ്റുകളെ ചെയ്തെടുക്കുവാൻ നാം പുറത്തിറങ്ങുകയാണ്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 12 വർഷം രക്തസ്രാവമുള്ള ആ സ്ത്രീ കർത്താവിന്റെ അടുക്കലേക്ക് വരികയാണ്. ഭാഗമൊക്കെ അറിയാമല്ലോ. നേരെ വന്ന് കർത്താവിനെ സൗഖ്യമാക്കണമേ എന്നൊന്നും ചോദിക്കാനും ആ സൗഖ്യം സ്വീകരിക്കാനൊന്നും ഉള്ള സാഹചര്യമില്ല. രക്തസ്രാവമാണ്. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലും. പല വൈദ്യന്മാരുടെ പോയി അവിടെ ഒന്നും ഒരു റിസൾട്ടും ഇല്ലാതെ, ഒരു പ്രയോജനമില്ലാതെ അവള് വഷളായിക്കൊണ്ടുപോയി, അവശയായി. അത് വായിക്കാം, 25-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ. ഏറ്റവും പരവശയായി പലയിടത്ത് പോകുന്നുണ്ട്, പല ചികിത്സകൾ ചെയ്യുന്നുണ്ട്, പല മരുന്ന് കഴിക്കുന്നുണ്ട്, പല വൈദ്യന്മാര് മാറി മാറി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോഴാണ് അവൾ യേശുവിനെ കുറിച്ച് കേട്ടത്. യേശു സൗഖ്യമാക്കുന്നു. അങ്ങനെ ഒരു യാഗപീഠത്തിലേക്ക്, ഒരു ഓൾട്ടറിലേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഓൺലൈനിൽ കൂടെ കാണുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ സൗഖ്യത്തിന്റെ ദിവസമാണ്. ഇവിടെ നടക്കുന്ന ഈ വചന ശുശ്രൂഷ, ഇവിടെ വ്യാപരിക്കുന്ന ഈ സൗഖ്യത്തിന്റെ ഈ അന്തരീക്ഷം, സൗഖ്യത്തിന്റെ സാന്നിധ്യം, this healing presence and the anointing of God will heal you in Jesus name. നിങ്ങളുടെ ശരീരത്തിലുള്ള മെറ്റൽ പ്ലേറ്റുകളെ കർത്താവ് എടുത്ത് മാറ്റും. ആമേൻ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആർട്ടിഫിഷ്യലായി നിങ്ങളുടെ ശരീരത്തിൽ പിടിപ്പിച്ചിരിക്കുന്ന അത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചലിക്കുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളെ പോലെ എടുത്തു മാറ്റി, ഓപ്പറേഷൻ ചെയ്ത് ചില അവയവങ്ങളൊക്കെ എടുത്തു മാറ്റി, എന്തോ ആ തലങ്ങളെയൊക്കെ കർത്താവ് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. God wants to create miracles. സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങളെ ചെവി കേൾക്കത്തില്ല. കാരണം എന്താ? ചെവിയുടെ ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം, സംഭവങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു. കിഡ്നി പ്രവർത്തിക്കുന്നില്ല. പ്രവർത്തിക്കണമെങ്കിൽ ഡയാലിസിസ് വേണം. നിന്റെ കിഡ്നികളെ ഉളവാക്കുവാൻ കഴിയുന്ന, ഇല്ലാത്ത ചെവിയുടെ അവയവങ്ങളെ ഉളവാക്കുവാൻ കഴിയുന്ന, നിന്റെ പാൻക്രിയാസിന്റെ ഗ്രന്ഥി അത് നശിച്ചുപോയി, അവിടെ നീ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയില്ല. വന്ധ്യതയിൽ സ്തോത്രം എല്ലാം നിർജ്ജീവമായി. ഇന്ന് നിന്നോടാണ് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ സൃഷ്ടിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ അത്ഭുത സൗഖ്യത്തിന്റെ കരം ഇന്ന് വെളിപ്പെട്ട് വരികയാണ്. 34-ാമത്തെ വാക്യം സ്തോത്രം. നമുക്കറിയാം, അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവൾക്ക് ആരോടും പറയാൻ പറ്റില്ല. അവളോട് പറഞ്ഞു, ഞാൻ തൊടും, ഞാൻ സൗഖ്യമാകും. യേശു സൗഖ്യദായകനാണ്, ഞാൻ യേശുവിനെ തൊടും. ഹല്ലേലൂയ. യേശുവിനോട് പറഞ്ഞു എന്നെ തൊടാനൊന്നും എനിക്ക് പറ്റത്തില്ല. പക്ഷേ സ്തോത്രം, അതുകൊണ്ട് ആ സാഹചര്യം എങ്ങനെയാണ്? പക്ഷെ ഞാൻ തൊടും എന്ന് പറഞ്ഞ്, ഞാൻ തൊടും, സൗഖ്യമാകും. അവൾ പറഞ്ഞ ഇത്രേ ഉള്ളൂ, ഞാൻ യേശുവിനെ തൊടും, ഞാൻ സൗഖ്യമാകും. ഇന്ന് പാസ്റ്ററിന്റെ മേൽ കൈവയ്ക്കും, ഞാൻ സൗഖ്യമാകും. ഞാൻ യേശുവിനെ തൊടും, ഞാൻ സൗഖ്യമാകും. ചിലര് പാസ്റ്റർ പറയുന്ന വചനത്തെ ഞാൻ തൊടും, ഞാൻ തൊട്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ കൈ ഉയർത്തി ആ പ്രവൃത്തിയെ ഞാൻ തൊട്ടുകൊണ്ടിരിക്കുന്നു, ഇന്ന് ഞാൻ സൗഖ്യമായ ഞാൻ പോവുകയുള്ളൂ. ആമേൻ, ആമേൻ, ആമേൻ. വിശ്വാസം നിന്റെ അത്ഭുതത്തിന് അനിവാര്യമാണ്. Faith is essential and vital to your miracle, to your healing. Yes, yes.
മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. 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 രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. ബാധ ഒഴിഞ്ഞ് സ്വസ്ഥ. നിന്റെ വിശ്വാസം നിന്നെ എന്ത് ചെയ്തു? നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. നീ ബാധ ഒഴിഞ്ഞ് സ്വസ്ഥം. ഇന്ന് അനേകരുടെ ബാധ ഒഴിയുന്ന ദിവസമാണ്, സ്വസ്ഥമാക്കുന്ന ദിവസമാണ്. ഹല്ലേലൂയ. കർത്താവ് രണ്ടുപേരെ നോക്കി പറഞ്ഞു, ഇസ്രായേലിൽ സ്തോത്രം, ഇവർക്ക് ദൈവത്തെക്കുറിച്ചൊക്കെ ഭയങ്കര പരിജ്ഞാനമാണ്, പക്ഷേ അവർക്ക് വേണ്ടിയതുപോലുള്ള ഒരു വിശ്വാസമില്ല. പക്ഷേ രണ്ട് ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് രണ്ടുപേർ അസാധാരണമായ വിശ്വാസം കാണിക്കുകയും കർത്താവ് അത് അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഗ്രേറ്റ് ഫെയ്ത്ത്, വലിയ വിശ്വാസം, ഇസ്രായേലിൽ കാണാത്ത ഒരു വലിയ വിശ്വാസം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ വലിയ വിശ്വാസത്തിന്റെ ഉടമകളായി, ഹല്ലേലൂയ, അത്ഭുതങ്ങളെയും ദൈവത്തിന്റെ പ്രവൃത്തികളെയും സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു ഗണത്തെ ദൈവം പുറത്തെടുക്കുകയാണ്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5-ാമത്തെ വാക്യം തൊട്ടുന്നു പോവുകയാണ്. സ്തോത്രം. ഇതിനെക്കുറിച്ചൊക്കെ അനേക പ്രാവശ്യങ്ങൾ നാം കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5-ാം വാക്യം. അവൻ കഫർന്നഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എന്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് രോഗം പിടിച്ച് മരിക്കാറായി, നീനം പിടിച്ച് മരിക്കാറായി കിടക്കുകയാണ്. കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുകയാണ്. അവൻ അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അവനെ സൗഖ്യമാകാം. 7-ാമത്തെ വാക്യം. അതിന് ശതാധിപൻ, കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ, അങ്ങ് ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി, എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ്. ഞാൻ അധികാരത്തെ തിരിച്ചറിയും, അധികാരത്തിന് കീഴിലുള്ള ഒരു മനുഷ്യനാണ്. എന്റെ കീഴിൽ പടയാളികളുണ്ട്. അവൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രയേൽ കൂടി ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശു പറയുകയാണ് ആ വിശ്വാസത്തെ അഭിനന്ദിച്ച്. കർത്താവ് പറയും, ഞാൻ വന്നതിനെ സൗഖ്യമാക്കാൻ. ആ ശതാദ്യം പറയാം, വേണ്ട ഒരു വാക്ക്. വിശ്വാസത്തിന്റെ ലെവലും നോക്കി അങ്ങോട്ട് വരാം, കൈ വെക്കാം, സൗഖ്യമാക്കാം എന്ന് പറയുമ്പോൾ ഈ മനുഷ്യന്റെ ഉള്ളിലുള്ള വിശ്വാസം, വേണ്ട, അങ്ങയുടെ വാക്കിൽ അധികാരമുണ്ട്, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഇത്ര വലിയ വിശ്വാസം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 21-25 വാക്യം വരെ വാക്യമ്പോൾ ഒരു കനാന്യ സ്ത്രീ, ക്രൂരമായി തന്റെ മകൾ ഭൂതത്താൽ ദുരാത്മാവിനാൽ പീഡിക്കപ്പെട്ട ഒരു കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്ക് വന്ന്, ഒരു ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് ഒരു സ്ത്രീയാണ്. സ്തോത്രം. താൻ അപേക്ഷിക്കുകയാണ്, കർത്താവേ, നമുക്കത് വായിക്കാം. എന്നാൽ അവൾ വന്ന്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു അവനെ സഹായിക്കണമേ. അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. ജാതിക പശ്ചാത്തലത്തിലാണ്. കർത്താവ് ഒന്നും മിണ്ടുന്നില്ല. അവൾ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശിഷ്യന്മാർ പറഞ്ഞു, അവളെ പറഞ്ഞാക്ക്, ഭയങ്കര ശല്യമാണ്, ഇവളെ അങ്ങ് പറഞ്ഞയക്കെ. യേശു ഒന്നും പറയുന്നില്ല. പിന്നെ പറയുന്നതാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്താ ഈ മക്കളുടെ അപ്പം? നിന്റെ സൗഖ്യം, വിടുതലും അത് മക്കളുടെ അപ്പമാണ്. ഹീലിംഗ് ഈസ് ദി ചിൽഡ്രൻസ് ബ്രെഡ്. സൗഖ്യം മക്കളുടെ അപ്പമാണ്. ഈ ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് യേശുവിനെ അറിയാത്ത, ജീവിക്കുന്ന ദൈവത്തെ അറിയാത്ത ഈ ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് ഈ മകളോട് യേശു പറയുക, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ശരിയാ, ഞാനൊരു മകളാണെന്നൊന്നും ആ ഉടമ്പടി അനുഗ്രഹത്തിനൊന്നും ഞാൻ അവകാശിയല്ല. പക്ഷേ യജമാന്മാരുടെ മേശയുടെ താഴെ വീഴുന്ന ആ അപ്പകഷ്ടം കൊണ്ട് അവിടുത്തെ നായ്ക്കൾ ജീവിക്കുന്നു. അവിടെ ഉള്ളിൽ ഉള്ള വിശ്വാസം കണ്ടേ. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്. ഇന്ന് എത്ര പേര് അങ്ങനെ വിശ്വസിക്കും? യേശയ്യാ പുസ്തകം 53-ാം അധ്യായം 1-ാം വാക്യത്തിൽ പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾ കേൾപ്പിച്ചത് ക്രൂശിൽ നിന്ന് മുഴങ്ങുന്ന ഈ ഒരു സദ്വർത്തമാനത്തെ ആര് വിശ്വസിച്ചു? യഹോവയുടെ കരം ആർക്കാണ് വെളിപ്പെട്ട് വരുന്നത്? വിശ്വസിക്കുന്ന നിനക്ക്, ദൈവത്തിന്റെ റിപ്പോർട്ടിനെ വിശ്വസിക്കുന്ന, ഡോക്ടറിന്റെ റിപ്പോർട്ടിന്റെ മീതെ, നിന്റെ ശരീരത്തിന്റെ റിപ്പോർട്ടിന്റെ മീതെ, നിന്റെ സാഹചര്യം പറയുന്ന റിപ്പോർട്ടിന്റെ മീതെ, നിന്റെ രോഗത്തിന്റെ ഗുരുതരാവസ്ഥയുടെ റിപ്പോർട്ട് പറയുന്നതിന്റെ മീതെ, നീ യേശുവിന്റെ റിപ്പോർട്ടിനെ, നീ കാൽവരി ക്രൂശിൽ ചെറ്റലിസ്റ്റായി നിവൃത്തിയായി എന്നുള്ള ആ റിപ്പോർട്ടിനെ നീ ഒന്ന് ഉയർത്തിപ്പിടിച്ചാൽ, നീ ഒന്ന് വിശ്വസിച്ചാൽ, ഞങ്ങൾ പറഞ്ഞത് ആര് വിശ്വസിച്ചു? യഹോവയുടെ ഭുജം നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്ന ദിവസമായി. ഇന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അങ്ങനെ, കർത്താവ് സൗഖ്യദായകനാണെന്ന്, 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ എന്റെ രോഗത്തെ, എന്റെ ഏത് രോഗമാണോ അത് കർത്താവ് ചുമന്നു. ഇന്ന് എനിക്ക് അതിനു വേണ്ടി വിടുതല. ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലോ നിങ്ങൾ പ്രതിനിധീകരിച്ച് നിങ്ങൾ അവർക്ക് വേണ്ടി ഉത്തരവാദിത്തം എടുത്ത്, കർത്താവെ, ഈ വിഷയത്തിന്മേൽ ഒരു വിടുതൽ വേണം, ഒരു സൗഖ്യം വേണം എന്ന് ആ ഹൃദയത്തിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ വരണമേ എന്ന് കർത്താവിന്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ സ്തോത്രം ദൂതിന്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് ഞങ്ങൾ വരികയാണ്. ഹീൽ ദ സിക്ക് എന്ന് പറയാം. ഹീൽ ദ സിക്ക്. കർത്താവ് രോഗികളെ സൗഖ്യമാക്കി. യഹോവയായ ദൈവം, യഹോവ റാഫയാണ്. ക്രൂശിൽ കർത്താവ് സൗഖ്യത്തെ നമുക്ക് വേണ്ടി നേടിയെടുത്തു. നാം ഇതെല്ലാം നാം കണ്ടു, നാം ചിന്തിച്ചു. ഈ സൗഖ്യം പ്രാപിക്കണമെങ്കിൽ എന്താണ് അനിവാര്യം എന്ന് നാം ചിന്തിച്ചു. അടുത്ത ഒരു നിലവാരത്തിലേക്ക് നാം കയറുകയാണ്. കർത്താവ് 12 ശിഷ്യന്മാരെ തന്റെ ചുറ്റും തന്നെ വിളിച്ചു, അവരെ ഉപദേശിച്ചു, താൻ കൊണ്ടു നടന്ന് പരിശീലിപ്പിച്ചു, താൻ അവരെ എക്വിപ്പ് ചെയ്തു, താൻ അവരെ പണിതെടുത്തു. അവരുടെ ഉള്ളിൽ ദൈവരാജ്യത്തിന്റെ സത്യങ്ങളും
വെളിപ്പാടുകളും കൊടുത്തു. അവരുടെ മേൽ ദൈവത്തിന്റെ അധികാരത്തെ പകർന്നു. സ്തോത്രം. ജീസസ് കമ്മീഷൻഡ് ദ 12 apostles. 12 അപ്പോസ്തലന്മാരെ കർത്താവ് സ്തോത്രം കമ്മീഷൻ ചെയ്യുകയാണ്. ഹീൽ ദ സിക്ക് ഈസ് എ ഡിവൈൻ കമ്മീഷൻ. രോഗികളെ സൗഖ്യമാക്കുക അതൊരു ദൈവിക കൽപ്പനയാണ്, നിയോഗമാണ്, അത് ഒരു കമ്മീഷനാണ്. മത്തായി സുവിശേഷം 10-ാം അധ്യായം 1-ാം വാക്യം. ഇറ്റ്സ് an apostolic mandate. Healing the sick is an apostolic mandate. ഒരു അപ്പോസ്തോലിക ദൗത്യമാണ് സൗഖ്യമാക്കുക എന്നുള്ളത്. Yes, Jesus commissioned the 12 apostles. അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെയും കർത്താവ് തന്റെ 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. കർത്താവ് അടുത്ത് വിളിച്ചു, അവരെ ഉപദേശിച്ചു, അവർക്ക് രോഗശക്തികളുടെ മേൽ എന്ത് കൊടുത്തു? അധികാരം കൊടുത്തു. എന്നിട്ട് അവരെ അയക്കുകയാണ്. 7-ാം വാക്യം. ഈ ശിഷ്യന്മാർ പോയി എന്ത് ചെയ്തു? ഈ അപ്പോസ്തലന്മാർ പോയി എന്ത് ചെയ്തു? നിങ്ങൾ പോകുമ്പോൾ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു. നിങ്ങൾ പോകുമ്പോൾ മാൻഡേറ്റ് കൊടുത്തു. മാൻഡേറ്റ്, യേശുവിന്റെ മാൻഡേറ്റ് ഉള്ളതുപോലെ അപ്പോസ്തലന്മാർക്ക് ചില ദൗത്യങ്ങൾ കൊടുത്തു, നിയോഗങ്ങൾ കൊടുത്തു. നിങ്ങൾ പോകുമ്പോൾ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ. രോഗികളെ സൗഖ്യമാക്കുവിൻ. രോഗികൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുവിൻ എന്നല്ല അവിടെ എഴുതിയിരിക്കുന്ന, രോഗികളെ സൗഖ്യമാക്കുവിൻ. ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുകയാണ്. ഇന്ന് ക്രൂശിൽ പോയി കർത്താവ് യാഗം നിവർത്തിച്ചിട്ടില്ല, പക്ഷേ മുൻകൂറായി കർത്താവ് ചെയ്യുവാൻ കാൽവറിയിൽ നേടിയെടുക്കുവാൻ പോകുന്ന മത്തായി സുവിശേഷം 28-ാം അധ്യായം 19-18 വാക്യം പറയുന്നത്, സ്വർഗ്ഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ട് പോയി സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുക. സ്വർഗ്ഗത്തിലെയും ഭൂമിയിലെയും സകല അധികാരം ഞാൻ എന്റെ യാഗത്താൽ നേടിയെടുത്തു. അത് ഞാൻ അപ്പോസ്തലന്മാർക്ക് കൈമാറുകയാണ്, ദൈവസഭയ്ക്ക് കൈമാറുകയാണ്. പക്ഷെ മുൻകൂറായി കർത്താവ് പോകുന്നതിന് മുമ്പേ അവരെ പരിശീലിപ്പിക്കുകയാണ്. രോഗശക്തികളുടെ മേൽ, ഭൂതശക്തികളുടെ മേൽ, ദുരാത്മാക്കളുടെ മേൽ, മന്ത്രവാദത്തിന്റെ മേൽ ഒക്കെ ദൈവം അധികാരം കൊടുത്ത് അവരോട് പറയുകയാണ്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? രോഗികളെ സൗഖ്യമാക്കുക. നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുക. മരിച്ചവരെ ഉയർപ്പിക്കുക. കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുക. സൗഖ്യമാക്കുക. ഭൂതങ്ങളെ പുറത്താക്കുക. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു. അപ്പോസ്തോലിക ശുശ്രൂഷകളിൽ ദൗത്യത്തിൽ ദൈവം വെച്ചിരിക്കുന്ന പ്രധാന നിയോഗമാണ്. എന്താണ് പാസ്റ്റർസേ? താങ്കൾ സൗഖ്യത്തെക്കുറിച്ചും ദുരാത്മ ശക്തികളെ, അതിന്റെ ആധിപത്യത്തെ തകർക്കുവാൻ, ദൈവരാജ്യത്തിന്റെ ആധിപത്യത്തെക്കുറിച്ച് ഇത്രയും സംസാരിക്കാൻ കാരണം ബിക്കോസ് ഇറ്റ്സ് an apostolic mandate. ഒരു അപ്പോസ്തോലിക ദൗത്യമാണ്. മനുഷ്യൻ എത്രമാത്രം അങ്ങ് സിവിലൈസ്ഡ് ആയെങ്കിലും, എത്രമാത്രം മോഡേൺ ആയെങ്കിലും, കർത്താവിന്റെ ആ ദൗത്യം, ആ മാൻഡേറ്റ് മാറിയിട്ടില്ല. The apostolic mandate still holds good. ദൈവരാജ്യം പ്രസംഗിക്കുക, രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുക. സൗജന്യമായി നിങ്ങൾക്ക് ഈ വിളിയും ഈ അധികാരവും ഈ കൃപയും ലഭിച്ചിരിക്കുന്നു. രോഗ സൗഖ്യം നാം ശുശ്രൂഷിക്കുമ്പോൾ അത് വ്യത്യസ്തമായ 7-8 രീതികളിൽ നമുക്ക് ശുശ്രൂഷിക്കാം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യം കൊണ്ടുവരാം. വ്യത്യസ്തമായ നിലവാരങ്ങൾ നമ്മുടെ സൗഖ്യത്തിന്റെ ക്ലാസ്സുകളിൽ, നമ്മുടെ ഡെലിവറൻസ് ക്ലാസ്സുകളിൽ ഇതൊക്കെയാണ് സ്തോത്രം പഠിപ്പിക്കുന്നതും പരിശീലിപ്പിക്കുന്നതും. എങ്ങനെയാണ് നിങ്ങൾക്ക് സൗഖ്യത്തിന്റെ ഒരു ശുശ്രൂഷകൻ, ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ഒരു ശുശ്രൂഷകനായി തീരുവാൻ, എങ്ങനെയാണ് ദൈവത്തിന്റെ സൗഖ്യത്തെ ശുശ്രൂഷിക്കുവാൻ കഴിയുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സൗഖ്യം മിനിസ്റ്റർ ചെയ്യുവാൻ, ശുശ്രൂഷിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പാസ്റ്ററിനെ ശ്രദ്ധിച്ചാൽ പലപ്പോഴും വന്ന്, അയ്യോ കർത്താവേ ഒന്ന് കണ്ണു തോന്നി, കർത്താവേ ഈ വ്യക്തി ഒന്ന് സൗഖ്യമാക്കണമേ എന്ന് നിങ്ങൾ കാണാം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയങ്ങളുണ്ട്. പക്ഷെ ഭൂരിഭാഗം സമയത്തും കാൽവറിയിൽ നമുക്ക് വേണ്ടി കർത്താവ് ജയിച്ച, നേടിയെടുത്തിരിക്കുന്ന ആ ക്രൂശിന്റെ യാഗം, ആ ദൈവിക അധികാരത്തെ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും, in all heaven and on earth all authority has been given to me and I give it to you. ഞാൻ അധികാരത്തെ തിരിച്ചറിയുന്നു. അതുകൊണ്ട് യേശുവിൻ നാമത്തിൽ ദുരാത്മാവെ കീഴടങ്ങാം. രോഗാത്മാവെ യേശുവിൻ നാമത്തിൽ വിട്ടുപോകാം. അപ്പോൾ രോഗത്തെ ഒരു കൂടപ്പുറപ്പ് പോലെയല്ല, രോഗത്തെ ഒരു ശത്രുവായി കണ്ട് രോഗത്തോട് യുദ്ധം കൽപ്പിക്കുകയാണ്, രോഗത്തെ ഭത്സിക്കുകയാണ്, രോഗത്തെ എതിർക്കുകയാണ്, രോഗത്തെ സ്തോത്രം അറ്റാക്ക് ചെയ്യുകയാണ്. ആമേൻ. രോഗത്തെ വെച്ച് പുലർത്തുകയല്ല, രോഗത്തിന്റെ മേൽ നാം ജയം എടുക്കുകയാണ്. രോഗത്തെ നാം എതിർക്കുകയാണ്, രോഗത്തെ വെറുക്കുകയാണ്. രോഗത്തിന്റെ മേൽ ദൈവത്തിന്റെ ആധിപത്യത്തെ, യേശുവിന്റെ ആധിപത്യത്തെ നാം കൊണ്ടുവരികയാണ്, അതിനെ എതിർക്കുകയാണ്. അതിനെ യേശുവിൻ നാമത്തിൽ നാം അതിനെ എന്ത് ചെയ്യാം? We are rebuking and resisting and breaking the power of sickness. അതുകൊണ്ട് ഹല്ലേലൂയ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അവിടെ രോഗികളെ സൗഖ്യം എന്ന് പറഞ്ഞേ, എത്ര പേർക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്? കർത്താവേ എനിക്ക് രോഗികളെ സൗഖ്യമാക്കണം. നിങ്ങൾ സുവിശേഷം ഒന്ന് കേട്ടാൽ നല്ലതായിരിക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ല. സുവിശേഷം പറയുമ്പോൾ ആ സുവിശേഷത്തിന്റെ പവർ വെളിപ്പെടും. നിങ്ങൾ ആരോടെങ്കിലും സുവിശേഷം പറയുമ്പോൾ ആ സുവിശേഷത്തിന്റെ ശക്തി അവരുടെ ഹൃദയങ്ങളെ കീറിമുറിച്ച് അവരെ പാപബോധത്തിലേക്ക് ഒരു രക്ഷകന്റെ ആവശ്യമുണ്ട് എന്നുള്ള കാര്യത്തെ, ഓ ഹല്ലേലൂയ, പറഞ്ഞ 12 അപ്പോസ്തലന്മാരെ വിളിച്ച് കർത്താവ് അവർക്ക് നിയോഗം കൊടുക്കുകയാണ്. അവർ പുറപ്പെട്ടു പോയി. സ്തോത്രം. ഹല്ലേലൂയ. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കാം. യെസ്. അനന്തരം അവൻ 12 അടുക്കളയിൽ വിളിച്ചു അവരെ ഈ രണ്ടായി അയച്ചു തുടങ്ങി. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. അധികാരം കൈമാറുക. അധികാരം 12 അപ്പോസ്തലന്മാരുടെ മേൽ അധികാരം കൈമാറുന്നു. യെസ്. അവർ വഴിക്ക് വടിയല്ലാതെ, 12-ാം വാക്യം, അധികാരം കൈമാറി ദൗത്യം അവരെ പരിമേൽപ്പിച്ചു. സുവിശേഷം പറയുക, രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, ദൗത്യം പരിമേൽപ്പിച്ചു. അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിച്ചു. അവർ മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിച്ചു. വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അവർ പുറത്താക്കി. അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം അനേക രോഗികളെ എണ്ണ തേച്ച് എന്ത് ചെയ്തു? സൗഖ്യം വരുത്തുകയും ചെയ്തു.
സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 70 പേര്, ഇവർ അപ്പോസ്തലന്മാരല്ല, 5 തരം ശുശ്രൂഷകളിലുള്ളവരല്ല, അവര് സ്തോത്രം ശുശ്രൂഷകരാണ്. ഈ ടീമിന്റെ അടുത്ത ലെവൽ ശുശ്രൂഷകരാണ്. സഭയിൽ ശുശ്രൂഷകരായി വ്യത്യസ്ത ശുശ്രൂഷകൾ വഹിക്കുന്ന 70 പേരെ പ്രതിനിധീകരിക്കുന്നവരാണ്. ദ മിനിസ്റ്റേഴ്സ് മാൻഡേറ്റ് ജീസസ് കമ്മീഷൻഡ് ദ 70. 70 പേരെ യേശു കമ്മീഷൻ ചെയ്യുക. ഹീലിംഗ് ദ സിക്ക് ഈസ് എ ഡിവൈൻ കമ്മീഷൻ. രോഗികളെ സൗഖ്യമാക്കുക അത് ദൈവത്തിന്റെ ഒരു ദൈവിക നിയോഗമാണ്. യെസ്, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈ രണ്ടായി അയച്ചു. അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെയുണ്ട്, കൊയ്ത്ത് വളരെയുണ്ട്. ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഈ ശുശ്രൂഷകളിൽ ദൈവം ചെയ്തെടുക്കുന്ന എന്താ? അന്ത്യകാല ദൈവിക കൊയ്ത്തിനു, അന്ത്യകാല കൊയ്ത്തിനു വേണ്ടി ദൈവം ആരെ തെരഞ്ഞെടുക്കുകയാണ്, ആരെ തയ്യാറാക്കുകയാണ്? അപ്പോസ്തലന്മാരെ കർത്താവ് തെരഞ്ഞെടുത്തു. അത് കഴിഞ്ഞ് 70 ശുശ്രൂഷമാരെ കർത്താവ് വേർതിരിക്കുകയാണ്. അവരോടും കർത്താവ് ആ നിയോഗം കൈമാറുകയാണ്. യെസ്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പീൻ. പോകുവീൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. കൊയ്ത്ത് വളരെയുണ്ട്, പക്ഷേ വേലക്കാരോ ചുരുക്കമാണ്. അതുകൊണ്ട് കർത്താവ് അവരെ തയ്യാറാക്കി അവരെ വേലയ്ക്ക് വേണ്ടി അയക്കുകയാണ്. 8-ാം വാക്യം. യെസ്, ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഭക്ഷിപ്പീൻ. അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അവരോട് പറവീൻ. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ 70 പേരുടെയും ദൗത്യം എന്താണ്? ദൈവരാജ്യം പ്രസംഗിക്കുകയാണ്, മാനസാന്തരപ്പെടുക എന്ന് പ്രസംഗിക്കുകയാണ്, രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക. 17-ാം വാക്യം. യെസ്, ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. 70 പേരും മിനിസ്റ്റേഴ്സ്, ഈ ശുശ്രൂഷമാരെ സന്തോഷത്തോടെ കടന്നു. ഭൂതങ്ങൾ ഞങ്ങൾക്ക്, ഈ ദിവസങ്ങളിൽ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്ന ഒരു സീസണാണ്. പക്ഷെ കർത്താവ് പറയുകയാണ്, യെസ്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല. എങ്കിലും ഈ സൗഖ്യങ്ങൾ നടക്കുന്നു, ഭൂതങ്ങൾ പോകുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു. ഇതിലൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു, അത്രേ സന്തോഷിപ്പീൻ. നമ്മുടെ സന്തോഷം ഭൂതങ്ങൾ പോകുന്നു, ഇതൊക്കെ നമുക്ക് സന്തോഷമാണ്. പക്ഷേ അതിലങ്ങ് എന്ത് ചെയ്യരുത്? അതല്ല നിങ്ങളുടെ പ്രധാന സന്തോഷം. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. കർത്താവ് അവരെ ബോധ്യവാന്മാരാക്കിയാണ്. ജീസസ് കമ്മീഷൻ ദ ചർച്ച്. അപ്പോസ്തലന്മാരെ കമ്മീഷൻ ചെയ്തു, ശുശ്രൂഷന്മാരെ കമ്മീഷൻ ചെയ്തു എന്ന് മാത്രമല്ല, സഭയിലുള്ള സകല വിശ്വാസികളെയും ശിഷ്യന്മാരെയും കർത്താവ് ആ ദൗത്യം പരിമേൽപ്പിച്ചു. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തോട് നമുക്ക് വായിക്കാം. ജീസസ് കമ്മീഷൻ ദ ചർച്ച്. ദിസ് ഈസ് ദ ബിലീവേഴ്സ് മാൻഡേറ്റ്. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിൽ ഒക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. ചർച്ചിനോട്, വിശ്വാസികളോട്, ശിഷ്യന്മാരോടുള്ള എല്ലാ, നീ ഇപ്പൊ അപ്പോസ്തലന്മാരാകണ്ട, 5 ശുശ്രൂഷകരാകണ്ട, നിങ്ങളെ സഭയുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഒന്ന് വേർതിരിക്കപ്പെട്ട് ഫുൾ ടൈം മിനിസ്റ്റേഴ്സ് ഒന്നും ആകണ്ട. ദൈവസഭയ്ക്കും ഓരോ വിശ്വാസികൾക്കും ഓരോ ശിഷ്യന്മാർക്കും കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മാൻഡേറ്റ് ആണ്, നിയോഗമാണ്. വി കോൾ ഇറ്റ് ദ ബിലീവേഴ്സ് മാൻഡേറ്റ്. യെസ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ, നിങ്ങൾ ഭൂലോകമൊക്കെ പോയി നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. യെസ്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. എന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസിയെ രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക. അത് കേവലം ശുശ്രൂഷകന്മാർക്കുള്ള ദൗത്യമല്ല, അത് ഓരോ വിശ്വാസിക്കും ദൈവം അധികാരവും അഭിഷേകവും ഒക്കെ കൈമാറുകയാണ്. ആ കരമുയർത്തി എത്ര പേര് കർത്താവിന്റെ ആ ദൗത്യത്തെ ഏറ്റെടുക്കും? അതെ, ഈ ദിവസങ്ങളിൽ ഈ വചനം, ഈ ഉപദേശം, ഈ വചന വെളിപ്പാടുകൾ എന്ത് ചെയ്യുക? നമ്മെ പണിതെടുക്കുക, നമ്മെ രൂപപ്പെടുത്തുക, നമ്മുടെ ഉള്ളിൽ കരുത്ത് പ്രദാനം ചെയ്യുകയാണ്. നമ്മുടെ ഉള്ളിൽ വിശ്വാസം, ഒരു ദാഹം, ഒരു വിശപ്പ്, ഒരു ദൗത്യബോധം നമ്മുടെ ഉള്ളിൽ ഉളവാക്കുകയാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. പുതുഭാഷകളിൽ സംസാരിക്കും. സർപ്പങ്ങളെ പിടിച്ചെടുക്കും. അവർ സർപ്പങ്ങളെ പിടിച്ചടക്കും. മരണകരമായി യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. അപ്പോസ്തലന്മാർ കൈവയ്ക്കും എന്ന് മാത്രമല്ല, ശുശ്രൂഷന്മാർ കൈവയ്ക്കും എന്ന് മാത്രമല്ല, ഈ സഭയിലുള്ള എല്ലാവരും, ചെറുതും വലുതും, പ്രായം കുറഞ്ഞവരും പക്വത കുറഞ്ഞവരും പക്വത പ്രാപിച്ചവരും എല്ലാവർക്കും ദൈവം നൽകിയിരിക്കുന്ന നിയോഗമാണ്. നിങ്ങൾ രോഗികളുടെ മേൽ കൈവയ്ക്കും, സൗഖ്യമാകും. ഇങ്ങനെ കർത്താവ് യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു. പിന്നെ യേശു പോയി പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. അവർ അപ്പോസ്തലന്മാർ പുറപ്പെട്ടു, ശുശ്രൂഷന്മാർ പുറപ്പെട്ടു, വിശ്വാസികളും ശിഷ്യന്മാരും പുറപ്പെട്ടു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. സ്തോത്രം. അവരുടെ വചനത്തെ അടയാളങ്ങളാൽ, അത്ഭുതങ്ങളാൽ, ദൈവ പ്രവൃത്തികളാൽ ഉറപ്പിച്ചും പോന്നു. ഹല്ലേലൂയ. രണ്ട് കരം ഉയർത്തി നമുക്ക് കർത്താവിനെ നന്ദി പറയാം. കർത്താവേ സ്തോത്രം.
ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവെ അങ്ങ് എന്നെയും വിളിച്ചതിനായി, അങ്ങ് എന്നെയും കണ്ടതിനായി, എനിക്കും ഒരു പങ്കാളിത്വം തന്നതിനായി, അതിൽ എന്നെയും അധികാരപ്പെടുത്തുവാൻ അങ്ങയ്ക്ക് മനസ്സുള്ളതിനായി, എന്നെയും അഭിഷേകം ചെയ്യുവാൻ, ഞാനും കർത്താവെ അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, ദുരാത്മാക്കളെ പുറത്താക്കുവാൻ, അതിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ കർത്താവെ എൻ്റെ മേലും ഒരു വിളിയുണ്ടല്ലോ എന്ന് തിരിച്ചറിയുന്നവർ ഞങ്ങളുടെ കാര്യങ്ങളെ ഒന്ന് ഉയർത്തണമേ. Hallelujah. Amen, amen, amen. Praise be to God. Hallelujah. കർത്താവിന്റെ വലിയ സൗഖ്യം നമ്മുടെ മധ്യത്തിൽ ഒഴുകുകയാണ്. സൗഖ്യത്തിന്റെ ആ വലിയ ഒരു നദി നമ്മുടെ മധ്യത്തിൽ ഒഴുകുകയാണ്. ഇത് സൗഖ്യത്തിന്റെ അന്തരീക്ഷമായി ഇത് മാറുകയാണ്. കർത്താവ് സ്തോത്രം, ഹല്ലേലൂയ. വലിയ ഒരു ഉണർവ് നമ്മുടെ മധ്യത്തിൽ തുറന്നു വിടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു ചലനം വീണ്ടും തുറന്നു വിടുകയാണ്. ദൈവത്തിന്റെ ദൂതന്മാർ ബെഥസ്ദ കുളത്തെ കലക്കിയതുപോലെ ഇത് വീണ്ടും ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ വീണ്ടും ചില ചലനങ്ങളെ തുറന്നു വിടുകയാണ്. പരിശുദ്ധാത്മാവ് ചിലതിനെ വീണ്ടും ഹല്ലേലൂയ നമ്മുടെ മേൽ പകരുകയാണ്. ആ കരം ഒന്ന് വീശി നമുക്കൊന്ന് ഏറ്റെടുക്കാം. കർത്താവേ സ്തോത്രം, അങ്ങ് ഞങ്ങളുടെ മധ്യത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സകലത്തെയും സ്വീകരിക്കുവാൻ, ലോകം കണ്ട ഉണർവുകൾ, ലോകം കണ്ട ദൈവപ്രവർത്തികൾ, ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ കർത്താവ് വെളിപ്പെട്ട ദൈവത്തിന്റെ ഉണർവുകൾ ഞങ്ങൾ കേട്ടു, ഞങ്ങളത് തിരിച്ചറിഞ്ഞു. ഒരു അളവ് വരെ കർത്താവ് ഞങ്ങളത് അനുഭവിച്ചു. ഞങ്ങളെ വീണ്ടും സമർപ്പിക്കും. നമുക്ക് നമ്മുടെ മുട്ടിലേക്ക് ഒന്ന് വരാം. വീണ്ടും ഒന്ന് മുട്ടിലേക്ക് വന്ന് ഞങ്ങളെ വീണ്ടും സമർപ്പിക്കുന്നു കർത്താവെ. ലോക ചരിത്രത്തിൽ കർത്താവെ അനേക ദൈവപ്രവർത്തികളും അനേക ഉണർവുകളും മനുഷ്യരുടെ ശക്തിക്കും ബുദ്ധിക്കും കഴിവിനപ്പുറമായി അങ്ങയുടെ ആത്മാവ് ഇറങ്ങി ഒരു ജനതയുടെ മധ്യത്തിൽ അങ്ങ് ആവസിച്ചതുപോലെ ഞങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കേരളത്തിനും ഭാരതത്തിനും ലോക രാജ്യങ്ങൾക്കും അങ്ങനെ ഒരു വിരുന്നൊഴുക്കുവാൻ അങ്ങ് ഞങ്ങളെ വിശ്വസ്തരെന്ന് വീണ്ടും കണ്ടതിനായി, വീണ്ടും ഞങ്ങളിൽ പരിവർത്തിക്കുന്നതിനായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങൾ അങ്ങയുടെ ദൗത്യം ഞങ്ങൾ കേട്ടു. ഞങ്ങൾ സൗഖ്യം പ്രാപിക്കുക മാത്രമല്ല, രോഗികളെ സൗഖ്യമാക്കുവാനുള്ള അങ്ങയുടെ വലിയ മാൻഡേറ്റിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു കർത്താവെ. അതിനുവേണ്ടിയുള്ള വിശ്വാസത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു. അതിനുവേണ്ടിയുള്ള ദൈവീയ അധികാരത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു കർത്താവെ. അതിനുവേണ്ടിയുള്ള ആത്മശക്തിയുടെ ആഴത്തിന് വേണ്ടി ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ. അങ്ങയുടെ സൗഖ്യത്തിന്റെ ആ വലിയ അഭിഷേകത്തിന്റെ ആഴം, ആ സൗഖ്യത്തിന്റെ കർത്താവെ, ആ സാന്നിധ്യത്തിന്റെ ആ നിറവ് അപ്പസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിൽ, ഈ ഓൾട്ടറിൽ, ഈ കൂട്ടത്തിൽ കർത്താവെ, ഈ ജനത്തിന്റെ മധ്യേ അത് വെളിപ്പെട്ടു വരട്ടെ കർത്താവെ. ആ ദേശങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി തീരുവാൻ അസൂസയിൽ വെളിപ്പെട്ട്, അത് ലോസ് ആഞ്ചലസ് ഉള്ളവർ മാത്രമല്ല, ലോകത്തെ സ്പർശിച്ച് ഒരു ഉണർവ് വെളിപ്പെട്ടതുപോലെ കർത്താവെ, സാധാരണക്കാരായവർ, വലിയ വിദ്യാഭ്യാസമില്ലാത്തവർ, വലിയ കഴിവില്ലാത്തവർ, കറുത്ത വർഗ്ഗക്കാർ, ഓ ഹല്ലേലൂയ, അവരവരെ തന്നെ കർത്താവെ പൂർണ്ണമായി അങ്ങയുടെ ആലോചനകൾക്ക് വേണ്ടിയും അങ്ങയുടെ പ്രവർത്തിക്ക് വേണ്ടിയും ദർശനത്തിന് വേണ്ടിയും അവരവരെ തന്നെ ഏൽപ്പിച്ചതിന്റെ ഫലമായി ഞങ്ങൾ വായിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കേരളത്തിന്റെ മണ്ണ് പോലും ആ ഉണർവിന്റെ സാക്ഷ്യം വഹിക്കുന്നുവല്ലോ കർത്താവെ. അനേക ദേവദാസന്മാരെ ഭാരതത്തിന്റെ മണ്ണിലേക്ക് ലോസ് ആഞ്ചലസിൽ വെളിപ്പെട്ട ആത്മാവിന്റെ തീ വഹിച്ചുകൊണ്ട് വരുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ഞങ്ങൾ നന്ദിയോട് ഓർക്കുന്നു, ഞങ്ങളെ സമർപ്പിക്കുന്നു. അപ്പസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് പണിതെടുക്കുന്ന ARC അതിനെല്ലാം കർത്താവെ ഇടയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സമർപ്പിക്കുന്നു. ദൈവവചന ധ്യാനത്തിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും ഐക്യതയിലും സ്നേഹത്തിലും കർത്താവെ ഞങ്ങൾ ചേർന്ന് ലോകത്തിന് വേണ്ടി ഒരു വിരുന്നൊരുക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. God, here we are ready to work with you, to partner with you, to set a feast, a grand feast, a mega feast for the people all across the nations to come and be blessed in the name of Jesus. നന്ദി പറയുന്നുപ്പാ, ഞങ്ങളെ തൊട്ടതിനായി, ഞങ്ങളെ സൗഖ്യമായി, ഞങ്ങളെ വിടുവിച്ചതിനായി. സൗഖ്യത്തിന്റെ ആ വലിയ തലം ഞങ്ങളുടെ മധ്യത്തിലേക്ക് കർത്താവെ അങ്ങ് തുറന്നു വിട്ട്, സൗഖ്യം മക്കളുടെ അപ്പമാണെന്ന് ഞങ്ങൾക്കത് രുചിച്ചറിയുവാൻ സ്വീകരിക്കുവാനൊക്കെ കർത്താവ് ഇടയാക്കിയതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. God bless you, God bless you, God bless you.